യേശു മതി, ആ സ്നേഹം മതി, തൻ ക്രൂശു മതി എനിക്ക്. യേശു മതി, തൻ ഹിതം മതി, നിത്യജീവൻ മതി എനിക്ക്. യേശു മതി, ആ സ്നേഹം മതി, തൻ ക്രൂശു മതി എനിക്ക്. യേശു മതി. ഗലാത്യ സഭയോട് പറഞ്ഞ് നമ്മൾ ഒന്നാമത്തെ വാക്യത്തിൽ വായിച്ചല്ലോ, നമ്മൾ ചിന്തിച്ചതാ. സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി, ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പിൻ, അടിമനുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്. സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മളെ സ്വതന്ത്രരാക്കി, വീണ്ടും അടിമനുഖത്തിൽ എന്ത് ചെയ്യില്ല, ക്രൈസ്റ്റ് സെറ്റ് us ഫ്രീ. വീണ്ടും പോയി ബോണ്ടേജ്, ബന്ധനത്തിൽ, പാപബന്ധനത്തിൽ, ലോകസ്നേഹത്തിൽ, ദ്രവ്യാഗ്രഹത്തിൽ, ജഡമോഹത്തിൽ, ഈ വീണ്ടും കർത്താവ് നമ്മളെ തള്ളിയിടുവാണ്. ഇവിടെ താഴോട്ട് വരുമ്പോൾ അത് വ്യക്തമായിട്ട് ഇരുന്നുണ്ട്. നിങ്ങൾ ക്ഷീണിച്ച് പോയിട്ട് കർത്താവാ ചെയ്തതെന്ന് പറയല്ലേ, കർത്താവ് അനുവദിച്ചു എന്നും പറയില്ല. ആരെങ്കിലും പാപത്തിൽ വീഴാൻ കർത്താവ് അനുവദിക്കൂ? കർത്താവ് നമ്മളെ എൻകറേജ് ചെയ്യത്തേ ഉള്ളൂ. നിങ്ങളുടെ സ്വന്തം മോഹങ്ങളാലാണ് നിങ്ങൾ എവിടെ വീഴുന്നത്? പാപത്തിൽ. അതുകൊണ്ട് ആരും കർത്താവ് എന്നെ പാപത്തിൽ തള്ളിയിട്ടു എന്ന് പറയില്ല എന്ന് ലേഖനങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. പ്രലോഭനങ്ങൾ ഇതൊക്കെ നമ്മളായിട്ട്, നമ്മുടെ മോഹങ്ങളായിട്ട് നമ്മളായിട്ട് ചെയ്ത് വെക്കുന്നതുകൊണ്ട് ക്രിസ്തു നമ്മളെ സ്വതന്ത്രരാക്കി, നിങ്ങളായിട്ട് വീണ്ടും പോയി എന്ത് ചെയ്യില്ല, അടിമ. കഴിഞ്ഞ ആഴ്ച നമ്മൾ വായിച്ച് നിർത്തിയ ആ ഭാഗം 4-ാം അധ്യായത്തോട് ചേർന്ന് നമ്മൾ എബ്രായർ 12:15 വായിച്ചാണല്ലോ നമ്മൾ നിർത്തിയത്. അവിടെ എഴുതിയിരിക്കുന്ന ആരും ദൈവകൃപ വിട്ട് മലിനപ്പെട്ടു പോകരുതേ. പലരുടെയും ഉദാഹരണം അവിടെ എടുത്തു പറഞ്ഞിട്ട് പറയുക, അവരൊക്കെ അങ്ങനെ സംഭവിച്ചു. ആരും ദൈവകൃപ വിട്ടാൽ എന്ത് സംഭവിക്കും? കയ്പിൻ്റെ വേര് മലിനപ്പെട്ടു പോകും, കലക്കം, കൺഫ്യൂഷൻ. ആരും ദൈവകൃപ വിട്ട് മലിനപ്പെട്ടു പോകരുതേ. അവസാനത്തെ നാളുകൾ പരിശുദ്ധാത്മാവ് രാപകൽ നമ്മളോട് ഓർപ്പിക്കാനുള്ള കാര്യമാണ്. ആരും പ്രൈസിനോട് ഒരു വ്യക്തി പോലും കൂട്ടു സഹോദരങ്ങളെപ്പറ്റി എന്നും ഓർത്ത് പ്രാർത്ഥിക്കാൻ നമുക്ക് വലിയൊരു ഉത്തരവാദിത്തമുണ്ട്. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. നിങ്ങളുടെ കൂട്ടു സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ കാര്യങ്ങൾ കർത്താവ് നന്നായിട്ട് ചെയ്യും ദൈവമക്കളെ. അത് അനുഭവിച്ചറിയേണ്ട ഒരു സത്യമാണ്. വീണ്ടും 4-ാമത്തെ വാക്യത്തിൻ്റെ അകത്ത് 4-ാമത്തെ വാക്യം ഒന്നുകൂടെ വായിച്ച്. ന്യായപ്രമാണത്താൽ നീതീകരിക്കപ്പെടുവാൻ ഇച്ഛിക്കുന്ന നിങ്ങൾ ക്രിസ്തുവിനോട് വേർപെട്ടു പോയി, നിങ്ങൾ കൃപയിൽ നിന്ന് വീണുപോയി. നിങ്ങൾ പഴയ നിയമം അല്ലെ ന്യായപ്രമാണത്താൽ നീതീകരണം പ്രാപിക്കുവാൻ ഇച്ഛിക്കുന്നുണ്ടോ? റോമാലേഖനത്തിൽ പറയുന്നുണ്ട്, ആരും നോ വൺ വിൽ ബി ജസ്റ്റിഫൈഡ് ബൈ ദ ലോ. ആർക്കും പഴയ നിയമം കൊണ്ട്, ന്യായപ്രമാണം കൊണ്ട് ശുദ്ധീകരണം പ്രാപിക്കുവാൻ, നീതീകരണം പ്രാപിക്കുവാൻ പറ്റത്തില്ല. ഇവിടെ ഗലാത്യ സഭയ്ക്ക് പറ്റിയത് എന്തുവാ? ആത്മീയ ക്ഷീണം വന്നപ്പോൾ അപ്പോസ്തലന്മാരുടെ ഉപദേശം മറന്നുപോയി. അവിടെയുള്ള പഴയ യഹൂദന്മാർ, യെരൂശലേമിൽ ചിതറിപ്പാർത്തു വന്ന യഹൂദന്മാർ, അവിടെ ആദ്യത്തെ വിശ്വാസികൾ അല്ലേ, മൂപ്പന്മാരെന്നൊക്കെ വേണം നമുക്ക് പറയാം. അവരാണ് പിന്നെ എന്ത് ചെയ്തത്? പഴയ നിയമത്തിലെ ഓരോ കാര്യങ്ങൾ, ശബത്ത് ആചരിക്കുക, തീത്തോസ് വന്നപ്പോൾ പരിച്ഛേദന ഏൽക്കണം. ജാതികളായതുകൊണ്ട് എന്ത് ചെയ്യണം? ഞങ്ങളെല്ലാം പരിച്ഛേദന ഏറ്റതാണ്. പഴയ നിയമത്തിൽ യഹോവയെ ദൈവം പറഞ്ഞതാണ്, പരിച്ഛേദന ഏറ്റാലേ പറ്റൂ. അപ്പോൾ ഇങ്ങനെ പഴയ നിയമത്തിലെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് അവർ ന്യായപ്രമാണം ഒരിക്കലും പുതിയ നിയമം അല്ല, ആദ്യം മനസ്സിലാക്കണേ. അതുകൊണ്ടാണ് ഇവിടെ വളരെ വ്യക്തമായിട്ട് കൃപയുടെ പ്രമാണവും ന്യായപ്രമാണവും രണ്ടും വ്യക്തമായിട്ട് ബൈബിളിൻ്റെ അകത്ത് റോമാലേഖനമാണ് അതിൽ ഏറ്റവും ബെസ്റ്റായിട്ട് എഴുതിയിരിക്കുന്നത്. ആ 7, 8, 9, 10 അധ്യായം മുഴുവനും അതാണ് എഴുതിയിരിക്കുന്നത്. നേരത്തെ നമ്മൾ ചിന്തിച്ചത്, ഇനി ദൈവം അനുവദിച്ച് കഴിഞ്ഞാൽ വീണ്ടും റോമാലേഖനം ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ചിന്തിക്കാം. ഈ ഗലാത്യ ലേഖനത്തിൻ്റെ അകത്ത് കഴിഞ്ഞ 4 ആഴ്ചയായിട്ട് നമ്മളതാ പഠിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ നേരത്തെ വായിച്ച വാക്യങ്ങളൊക്കെ നമ്മൾ വായിച്ചു, നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ടും വാക്യങ്ങൾ വായിച്ചു. നിങ്ങൾ ന്യായപ്രമാണം ആചരിച്ചു കഴിഞ്ഞാൽ, അനുസരിച്ച് കഴിഞ്ഞാൽ, യു ആർ ബൗണ്ട് ടു ദ ലോ. നിങ്ങൾ ന്യായപ്രമാണത്തിൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. ഇത് കൃപയുടെ പ്രമാണമാണ്, ഇത് ക്രിസ്തുവിൽ കൂടുള്ള പ്രമാണമാണ്, ഇത് വീണ്ടും ജനനം പ്രാപിച്ചവർക്കുള്ള പ്രമാണമാണ്. ഇത് നമ്മളെ ക്രിസ്തുവിൻ്റെ മണവാട്ടിയാക്കി തീർക്കുന്ന പ്രമാണമാണ്. ഇത് നീതീകരണത്തിലേക്കും ശുദ്ധീകരണത്തിലേക്കും നയിക്കുന്ന പ്രമാണമാണ്. അവിടെ ശരീരശുദ്ധിക്കാ പ്രാധാന്യതെങ്കിൽ ഇവിടെ ഏത് ശുദ്ധിക്കാ പ്രാധാന്യത? ശുദ്ധീകരണം പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ കുളിക്കുക എന്നല്ല. ശുദ്ധീകരണം പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ 5 നേരം നമാസിൻ്റെ മുമ്പ് കൈയും കാലും മൂക്കും ചെവിക്ക് ഒക്കെ ഇങ്ങനെ കഴുകും. ഇവർ കഴുകും, നമാസിന് പോകുന്നതിന് മുമ്പ് മുസ്ലിംസ് കഴുകും. അവർക്ക് പഴയ നിയമം പോലെ കാര്യം നബി പഴയ നിയമം അതുപോലെ കോപ്പി അടിച്ച് വെച്ചിരിക്കുമല്ലേ ഖുറാൻ്റെ അകത്ത്. അതുകൊണ്ട് അവർക്കതാ പ്രമാണം, അവർക്ക് ശരീരശുദ്ധിയാ പ്രമാണം. അല്ലല്ല, ഇവിടെ പുതിയ നിയമത്തിൽ ക്രിസ്തുവിൽ കൂടെയുള്ള പ്രമാണത്തിന് എന്തുവാ? നമ്മുടെ ഹൃദയത്തിലാണ് കർത്താവ് വസിക്കുന്നത്. ഹൃദയമാണ് ദേവാലയം. ഒരു പള്ളിക്കകത്തല്ല കർത്താവ് വസിക്കുന്നത്, ഹൃദയത്തിൽ കർത്താവ് വസിക്കുവാൻ യോഗ്യമായി തീരണം. ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് കർത്താവ് നിറയ്ക്കണം. ആത്മസ്നാനം എന്ന് പറയുന്നത് ആരാ നിറയ്ക്കേണ്ടത്? സ്തോത്രം. ആത്മാവിനാലും തീയാലും കർത്താവാണ് നമ്മളെ നിറയ്ക്കേണ്ടത് എന്ന് മറന്നു പോകല്ലേ എന്ന് ഞാൻ ഓർപ്പിക്കുന്നു. ഇവിടെ വീണ്ടും 4-ാമത്തെ വാക്യത്തിൽ പറയുക,
നേടുവാൻ ഇച്ഛിക്കുന്ന നിങ്ങൾ ആത്മീയ ക്ഷീണമുള്ള നിങ്ങൾ, പുതിയ നിയമ ക്രിസ്ത്യാനികളെ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ചിട്ടും ആത്മീയ ക്ഷീണത്തിൽ വീണ്ടും പഴയ നിയമത്തിലല്ല ന്യായപ്രമാണത്തെ പ്രാധാന്യത കൊടുക്കുന്നത് നിങ്ങൾ. അടുത്ത വാക്യത്തിൽ ഞങ്ങൾ എന്ന് പറയുന്നുണ്ട്. ഇവിടെ ഒരു നിങ്ങളും ഞങ്ങളും കാണാം. യു, വി. സത്യം. അതുകൊണ്ട് നിങ്ങൾ ന്യായപ്രമാണത്തിന് പ്രാധാന്യത കൊടുക്കുകയും ന്യായപ്രമാണത്താൽ നീതീകരിക്കുവാൻ ഇച്ഛിക്കപ്പെടുന്നെങ്കിൽ യു ആർ ഫോളൻ ഫ്രം ഗ്രേസ്. ഇവിടുത്തെ പ്രത്യേകത എന്തുവാ? കൃപയാ. ഇന്ന് കർത്താവിൻ്റെ മേശയിൽ നിന്ന് നമുക്ക് പങ്കുകൊള്ളുവാൻ കാരണം എന്നാ? നമ്മളെല്ലാം പരിശുദ്ധരായോണ്ടൊന്നും അല്ല, ഞാൻ ഉൾപ്പെടെ. കർത്താവിൻ്റെ കൃപയാൽ നമ്മളെ പൊതിഞ്ഞ് ദൈവം നമ്മളോട് ഇടപെട്ട്, അതുകൊണ്ട് അപ്പോസ്തലൻ ഓർപ്പിക്കുന്ന ദൈവത്തിൽ നിന്ന് പ്രാപിച്ച് ഞാൻ നിങ്ങളോട് പറയുന്നു, കർത്താവിൻ്റെ മേശയിൽ നിന്ന് പങ്കുകൊള്ളുന്നതിന് മുമ്പേ ശുദ്ധീകരണം പ്രാപിച്ച് നമ്മളെ തന്നെ ശോധന ചെയ്യുന്നത്, ക്ലിയറൻസ് പ്രാപിക്കേണ്ട ഏരിയകളെല്ലാം ക്ലിയറൻസ് പ്രാപിച്ച്, തീരുമാനമെടുക്കേണ്ട ഏരിയകൾ തീരുമാനം പ്രാപിച്ച്, അല്ലെങ്കിൽ ലോകസ്നേഹമായിക്കോട്ടെ, ദ്രവ്യാഗ്രഹമായിക്കോട്ടെ, ജഡമോഹം ആയിക്കോട്ടെ, അവിടെ എല്ലാം കർത്താവെ ബലം തരണമേ, കർത്താവിൽ ആശ്രയിച്ചാണ് ഇനി ഞാൻ വിശുദ്ധിയുള്ള ഒരു ജീവിതം, ആത്മാവിനാൽ നയിക്കപ്പെട്ട ഒരു ജീവിതം ജീവിക്കാമെന്ന് തീരുമാനമെടുത്താണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? കർത്താവിൻ്റെ മേശയിൽ നിന്ന് പങ്കുകൊള്ളണം. അതുകൊണ്ട് ഒരുക്കത്തോടുകൂടി തന്നെ നമുക്ക് കർത്താവിൻ്റെ മേശയിൽ നിന്ന് പങ്കുകൊള്ളാം. ഇവിടെ എഴുതിയിരിക്കുക, അതർവൈസ് യു ആർ ഫോളൻ ഫ്രം ഗ്രേസ്. കൃപയിൽ എന്തിനാ പിന്നെ കർത്താവ് മരിച്ചത്? എത്ര ലേഖനത്തിലാണ് ഇത് ഓർപ്പിക്കുന്നതെന്നറിയാം. കർത്താവ് ക്രൂശിക്കപ്പെട്ട് വെറുതെ ആയിപ്പോയില്ലേ? അല്ല, ഈ പുതിയ നിയമം വെറുതെ ആയിപ്പോയില്ലേ? എന്തിനാ ഒരു പുതിയ പഴയത് മതിയായിരുന്നെങ്കിൽ പിന്നെ എന്തിനൊരു പുതിയ പ്രമാണം തന്നു എന്നാണ് റോമാലേഖനത്തിൽ ഓടിക്കുന്നത്. വൈ? കർത്താവ് ഒരു പുതിയ നിയമം പ്രമാണം തന്നെങ്കിൽ അതിൻ്റെ അകത്തൊരു ഉദ്ദേശമുണ്ട്. അതാണ് ഇവിടെ വ്യക്തമായിട്ട് 5-ാമത്തെ വാക്യം. ഇനി ഞാൻ നേരത്തെ വായിച്ചില്ല, നിങ്ങൾ ന്യായപ്രമാണത്തിന് പ്രാധാന്യത കൊടുക്കുന്നു, ന്യായപ്രമാണം പ്രസംഗിച്ച് അതിൽ കൂടി നീതീകരണം പ്രാപിക്കുവാൻ ശ്രമിക്കുന്നു. പക്ഷെ ഞങ്ങളോ വിശ്വാസത്താൽ നീതി ലഭിക്കും എന്നുള്ള പ്രത്യാശ നിവൃത്തിയെ ആത്മാവിനാൽ കാത്തിരിക്കുന്നു. പ്രത്യാശ, ഒരു വലിയ നീതീകരണം പ്രാപിക്കും എന്നുള്ള പ്രത്യാശ, ഹോപ്പ് ഓഫ് റൈച്ചസ്നസ് എന്നാണ് ഇംഗ്ലീഷ് എഴുതിയേക്കുന്നത്. അപ്പം ഞങ്ങൾ പരിശുദ്ധാത്മ, എങ്ങനെയാണ് ആ പ്രത്യാശ വരുന്നത്? ആത്മാവിൽ കൂടി അല്ലേ? ആത്മാവിനാൽ ഇംഗ്ലീഷിൽ എഴുതിയേക്കുന്നത് വി ത്രൂ ദ സ്പിരിറ്റ് ഈഗർലി വെയിറ്റ് ഫോർ ദ ഹോപ്പ് ഓഫ് റൈച്ചസ്നസ് ബൈ ഫെയ്ത്ത്. ഒത്തിരി കമ്പോണന്റ് ഡിവൈഡ് ചെയ്ത് പഠിക്കാൻ ഒത്തിരി കാര്യങ്ങളുണ്ട് അതിൻ്റെ അകത്ത്. വിശ്വാസത്താൽ, കൃപയോടുകൂടി ഇല്ലേ, ആത്മാവിനാൽ നിങ്ങൾ ഈ ന്യായപ്രമാണവും പാലിച്ച് അതിനകത്തെ നിയമങ്ങൾ, കുറേ നിയമങ്ങളുണ്ടല്ലോ, സെറ്റ് ഓഫ് നിയമങ്ങൾ, സംഖ്യാപുസ്തകം, ആവർത്തന പുസ്തകം, ലേവ്യ, അങ്ങനെ ചെയ്യില്ല, ഇങ്ങനെ ചെയ്യില്ല, അങ്ങനെ ചെയ്യില്ല. നിങ്ങൾ ഈ നിയമവും കൊണ്ട് പാരമ്പര്യവും ആചാരവും പ്രവൃത്തികളും ഉത്സവങ്ങളും അതും കൊണ്ട് നിങ്ങൾ ഇവിടെ ഇരുന്നോ, ക്ഷീണിക്കുമ്പോൾ അതിലേക്കാണ് പോകുന്ന വിശ്വാസികൾ. അതും കൊണ്ടിരുന്നോ, ചില ഞാൻ ആത്മീയനാന്ന് കാണിക്കുവാനുള്ള അല്ലെങ്കിൽ പുറത്തെ ഷോയും തീരുമാനങ്ങളും കൊണ്ടിരുന്നോ. സ്തോത്രം. ഇവിടെ എഴുതിയേക്കുന്നത് ഞങ്ങളോ ആത്മാവിനാൽ. സ്തോത്രം. ഇവിടെ ഈ പ്രവൃത്തി നടക്കുന്നത് എങ്ങനെയാണ്? പുതിയ നിയമത്തിന് ആധാരം തന്നെ വിശ്വാസവും ആത്മാവും ദൈവസ്നേഹവും ഒക്കെയാണ്. നിങ്ങൾ മനസ്സിലാക്കണം. എല്ലായിടത്തും എഴുതിയില്ല, ഇത് 3 മാത്രമേ നിലനിൽക്കത്തുള്ളൂ. പ്രത്യാശ ഇല്ലേ, വിശ്വാസം, ദൈവസ്നേഹം. അപ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്നത് ആത്മാവിനാലാണ് നമ്മൾ സ്വർഗത്തെപ്പറ്റി, എന്തിനെ പറ്റിയുള്ള പ്രത്യാശയാണ് അവിടെ തരുന്നത്? ഞങ്ങൾ കർത്താവിൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്നു. അങ്ങനെയല്ലേ ഇവിടെ എഴുതിയിരിക്കുന്നത്? ആ പ്രത്യാശ, ആ ഹോപ്പ് ഓഫ് റൈച്ചസ്നസ്, ആ പ്രത്യാശയുടെ നിവൃത്തീകരണത്തിന് വേണ്ടി കർത്താവിനെ കണ്ടുമുട്ടിയ ദിവസം തൊട്ട് ഒരു പ്രത്യാശയുണ്ട്. ഈ പ്രത്യാശ ഇല്ലാത്തവർക്കാണ് പിന്നെ മടുപ്പാണ്. ഇന്ന് പണ്ടൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ ഒരു കഥ, ഹൂ പുഷ് മീ ഇൻ ടു ദിസ് ക്രോക്കഡൈൽ പൂൾ, അല്ലെങ്കിൽ ഈ മുതലയുള്ള കുളത്തിൻ്റെ അകത്തോട്ട് എന്നെ, പണ്ട് റോമൻ കഥയുണ്ട്, ആരാണ് എന്നെ പിടിച്ച് തള്ളിയിട്ടത്? താൻ നീന്തിയൊക്കെ അപ്പുറം കടന്നു, പക്ഷേ അത് ജീവൻ മരണ പോരാട്ടമായിരുന്നു. താൻ മനസ്സോടുകൂടി എടുത്ത് ചാടിയതൊന്നും അല്ല രാജാവിൻ്റെ മോളെ കെട്ടാനും. കഥയൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കില്ല, റോമൻ കഥയുണ്ട്. അല്ലല്ല, ഇത് ആരാണ് എന്നെ പിടിച്ച് പറയുന്നത്? മനസ്സോടുകൂടി രക്ഷിക്കപ്പെട്ടതൊന്നുമല്ല. പാസ്റ്റർ പറഞ്ഞു കടം മാറും, പ്രശ്നം മാറും, രോഗം മാറും. അത് എളുപ്പമല്ലേ ദൈവമക്കളെ? ഇവിടെ രോഗം മാറുന്ന, കടം മാറുന്ന ഒരു പ്രോഗ്രാം നടത്തി, പട്ടണമല്ലേ, എല്ലാവർക്കും കാണും പ്രശ്നങ്ങളും കടവും രോഗങ്ങളും ഒക്കെ. ഇത് സ്റ്റേഡിയം മുഴുവൻ കൂടും. അല്ല, ആരോ പറഞ്ഞു പ്രശ്നങ്ങൾ മാറും. പ്രശ്നങ്ങൾ മാറാൻ വേണ്ടി അപ്പം പാസ്റ്റർ പറഞ്ഞു ഏറ്റു പറഞ്ഞാലേ പറ്റും. എന്നാൽ ഏറ്റു പറഞ്ഞേക്കാം. പാസ്റ്റർ പറഞ്ഞു ഞാൻ ഏറ്റു പറഞ്ഞോളാം. ഹൃദയത്തിൽ നിന്ന് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രയോജനമുണ്ടോ? പാസ്റ്റർ പറഞ്ഞു ഇനി അടുത്തത് പിന്നെ എന്തോ, അടുത്ത സ്റ്റെപ്പ് എന്തോ ആണ്? സ്നാനപ്പെടണം. പിന്നെ അതിൻ്റെ അടുത്ത സ്റ്റെപ്പ് അഭിഷേകം പ്രാപിക്കണം എന്നുള്ളത്. ആത്മസ്നാനം, വെള്ളത്താലുള്ള സ്നാനം പാസ്റ്ററിന് തരാൻ പറ്റും. പിന്നെയാണ് ഇച്ചിരി സ്തോത്രം കഷ്ടപ്പെടുന്നത്. കാര്യം ആത്മാവിനാലുള്ള സ്നാനം കർത്താവേ തരത്തുള്ളൂ. ഹൃദയത്തെ ആരായുന്ന കർത്താവ് നമ്മുടെ കാഴ്ചപ്പാടും നമ്മുടെ ചിന്തയും നമ്മൾ ശുശ്രൂഷയ്ക്ക് വേണ്ടി എത്രത്തോളം ഒരുക്കമാണെന്നൊക്കെ മനസ്സിലാക്കിയിട്ട്
സ്തോത്രം. ശുശ്രൂഷയ്ക്കായിട്ട് നമ്മളെ അഭിഷേകം ചെയ്യുന്നതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ ദിവസങ്ങൾ നമുക്കെല്ലാം പുതുഭാഷകൾ ആരാധിക്കാനും കൃപാബലങ്ങൾ പ്രാപിക്കാനും ഒരുങ്ങാം. അവിടെ ആരാണ്ട് എന്നെ പിടിച്ച് തള്ളിയിട്ട് അല്ലെങ്കിൽ അങ്ങനത്തെ സമ്മിശ്ര ജാതിയൊക്കെ ശരിക്കും രക്ഷിക്കപ്പെടാതെ സ്നാനപ്പെട്ടവരൊക്കെ ഒരു നല്ല മെജോറിറ്റി ഈ ദൈവമക്കളുടെ സമൂഹത്തിൻ്റെ അകത്തുള്ള അവരോടല്ല കർത്താവ് സംസാരിക്കുന്ന. അവരാണ് ഈ ഗലാത്യ സഭയിലും കൊരിന്ത്യ സഭയിലും ഒക്കെ കിടന്ന് ഈ പുളിപ്പിക്കുന്ന ഈ സഭയും കൂടെ ദേശത്ത് ശോഭിക്കേണ്ടതിന് പകരം ദേശത്ത് കൃപയോടുകൂടി നിൽക്കുവാൻ കഴിയാതെ, സഭയിൽ പരിശുദ്ധാത്മാവിന് വ്യാപരിക്കുവാൻ കഴിയാതെ, ദൈവദാസന് പോലും ഒന്നും ചെയ്യുവാൻ കഴിയാതെ അത്രത്തോളം ജഡീകരാക്കി തീർക്കുന്ന ആ ഓരോ ദേശത്തെ ഓരോ ദേശശക്തി ഉണ്ടല്ലോ, അതിന് അധീനരായി തീർക്കുന്ന എത്രാമത്തെ ചാപ്റ്ററാ, എത്രാമത്തെ വാക്യമാണെന്നറിയാം. ഗലാത്യ സഭയോട് ശക്തമായിട്ട് ഇടപെടും. നിങ്ങൾ ഒരു കാലത്ത് ഇങ്ങനെയുള്ളവരല്ലായിരുന്നോ? കർത്താവ് നിങ്ങൾക്ക് വേണ്ടി മരിച്ച് നിങ്ങളെ ശുദ്ധീകരിച്ച് ഇപ്പം നിങ്ങളെ വിശുദ്ധിയിലും വേർപാട്. ഇനി നിങ്ങൾ പഴയ അനുഭവത്തിൽ പോകല്ലേ. സ്തോത്രം എന്ന് ഓർപ്പിച്ചുകൊണ്ടാണ് ഇവിടെ എഴുതിക്കുക. ഞങ്ങളോ ആത്മാവിനെ, ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾ രണ്ടുപേരും എവിടാണ്? സഭയ്ക്കകത്ത്. ഈ പറയുന്ന പെന്തിക്കോ സഭയെന്നോ വേർപെട്ട സഭ എന്നോ എന്തോ വേണമെങ്കിലും പറഞ്ഞു. എന്തുവായാലും വേർപാടില്ല, വിശുദ്ധിയിലും വേർപാടിലും ആരാധിക്കുന്ന സഭയ്ക്കകത്താണ് ഈ രണ്ട് കൂട്ടർ, നിങ്ങളും ഞങ്ങളും. പൗലോസ് പറയുന്ന ഏത് കൂട്ടത്തിലുള്ളതാണ്? ന്യായപ്രമാണത്തിൽ കിടന്ന് ആ ബന്ധനത്തിൽ കിടന്ന് കറങ്ങുന്ന കൂട്ടത്തിലുള്ളതല്ല, ആത്മാവിനാൽ മാത്രമേ നമുക്ക് പ്രത്യാശ. ദൈവമക്കളെ സ്തോത്രം, ഈ ആത്മാവ് കെട്ടുപോകുമ്പോഴാണ്, ആത്മാവിൻ്റെ തീ കെട്ടുപോകുമ്പോഴാണ് നമുക്ക് വീണ്ടും മറ്റവരൊക്കെ അപ്പോഴാണ് നമ്മുടെ ഉൾക്കണ്ണ് കെട്ടുപോകും. പിന്നെ ഈ ജഡീക കണ്ണാണ് കാണുന്നത്. അവരെ പോലെ എനിക്കും ആകണം, എനിക്കും അവരെ പോലെ പണക്കാരനാകണം, ഓരോരുത്തർ രാവിലെ കോടികൾ വേണം, അങ്ങനെ വേണം, ഇങ്ങനെ വേണം, ദേശത്ത് മാനിക്കപ്പെടണം. ഈ സാധാരണ ഈ പ്രസംഗ വിഷയങ്ങളൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ ആത്മാവ് കെട്ടുപോയ ദൈവദാസന്മാരാണ് ഇങ്ങനത്തത് പ്രസംഗിക്കുന്നത്. ആ സൈസ് ഏത് പ്രസംഗം നിങ്ങൾ എവിടെ കേട്ടാലും ഓർത്തോണം, ആ ദൈവദാസൻ്റെ ആത്മാവ് എന്ത് ചെയ്തു? 2 വാക്യം കഴിഞ്ഞ് പൗലോസ് ഇവിടെ അങ്ങനെ ഒരു ദൈവദാസനെ പറ്റി പറയുന്നുണ്ട്. ഈ ഗലാത്യ സഭയെ ക്ഷീണിപ്പിച്ച് അവൻ ആരാണേലും ദൈവത്തിൻ്റെ ന്യായവിധി അവൻ്റെ മേൽ വരും എന്നാണ് പൗലോസ് താഴ്ത്തു പറയുന്നത്. അതുകൊണ്ട് സഭയെ ക്ഷീണിപ്പിക്കുന്നത് ആത്മാവ് കെട്ടുപോയ ദൈവദാസൻ അല്ലെ, സഭ ക്ഷീണിക്കുന്നത് ഈ ദൈവമക്കളെല്ലാം ആത്മാവ് കെട്ടുപോലെ. അപ്പോൾ ഒരു സമൂഹത്തെ മുഴുവൻ ഈ അന്ത്യനാളുകൾ അങ്ങനെ ആ ദൈവമക്കളെ ഈ പെന്തിക്കോസ് സമൂഹങ്ങൾ ചിലരൊക്കെ ചുമ്മാ ഇങ്ങനെ അന്യഭാഷയിലൊക്കെ ആരാധിക്കുന്നുണ്ട്. ചില സഭകൾ, നമ്മുടെ ഇവിടുത്തെ കാര്യമല്ല എന്ന് പറയും. സ്തോത്രം, അവിടുത്തെ തീം വേറെയാണ്, അവിടുത്തെ പ്രസംഗ വിഷയം വേറെയാണ്, എല്ലാം ഫോക്കസ് ലോകമാണ്. അതൊന്നും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവല്ല ദൈവമക്കളെ. ഗലാത്യ സഭയിലും ആത്മാവൊക്കെ ഉണ്ടായിരുന്നു, കൊരിന്ത്യ സഭയിൽ തകർപ്പൻ അന്യഭാഷ ഉണ്ടായിരുന്നു. എന്നിട്ട് എന്തോ ഉണ്ടായിരുന്നു കൂട്ടത്തിൽ? ജാതികൾ കേട്ട് അറയ്ക്കുന്ന പാപവും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇവിടെ സഭ ശക്തമായിട്ട് പരിശുദ്ധാത്മാവ് ഇടപെട്ടു. ഇവിടും ഇടപെട്ടിട്ട് ഇവിടെ എഴുതിയിരിക്കുക. 5-ാമത്തെ വാക്യത്തിൽ പറയും ഞങ്ങളോ. ഇനി 6-ാമത്തെ വാക്യം വായിച്ചാട്ട്. ഇവിടെ പഴയ നിയമ പ്രവൃത്തികൾ ഓരോന്നെടുത്ത് ഗലാത്യ സഭ ക്ഷീണത്തിൽ പറഞ്ഞപ്പോൾ ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികളൊന്നുമല്ല കാര്യം. നിങ്ങൾ ഏത് കൂട്ടമാ, നിങ്ങൾ ആ സഭയാണോ ഈ സഭയാണോ, ഇതൊന്നും അല്ല കാര്യം. നിങ്ങൾ ഏത് ഗ്രൂപ്പാ, ഏത് കമ്മ്യൂണിറ്റിയാ, ഇതൊന്നും അല്ല കാര്യം. ഇവിടെ എഴുതിയേക്കുന്ന ക്രിസ്തുയേശുവിൽ ഈ പ്രവൃത്തിയും ഈ ഗ്രൂപ്പിസവും ഈ കൂട്ടവും പേരും ഇതൊന്നും അല്ല കാര്യം. പിന്നെ എന്തുവാ കാര്യം? ഇവിടെ എഴുതിയിരിക്കുന്നത് പരിച്ഛേദനയേക്കാത്തവരും ജാതികളും യഹൂദന്മാരിൽ നിന്ന് വന്ന വിശ്വാസികൾ, പഴയ വിശ്വാസികൾ പോയി, ഇതൊന്നുമല്ല വിശ്വാസം. ഇല്ലേ, സ്നേഹത്തിൽ കൂടി പ്രവർത്തിക്കുന്ന വിശ്വാസം, അല്ലെ സ്നേഹത്തിൽ വ്യാപരിക്കുന്ന വിശ്വാസം. അതിൻ്റെ അകത്ത് ഒരാളെ കുറ്റപ്പെടുത്താനോ കൊച്ചാക്കാനോ അവൻ ആയുസ് നന്നാത്തില്ലെന്നോ പറയാനൊന്നും പ്രമാണമില്ല ദൈവമക്കളെ. ഇത് സ്നേഹത്തിൽ വ്യാപരിക്കുന്ന, മറ്റുള്ളവരെ എൻകറേജ് ചെയ്യുന്ന, നോ ഡിസ്കറേജ്മെൻറ്റ് ദുരാത്മാവിൽ നിന്ന് വരുന്നു. എൻകറേജ്മെൻറ്റോ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ നിന്ന്, സ്നേഹത്തിൽ വ്യാപരിക്കുന്ന വിശ്വാസം. നമ്മുടെ വിശ്വാസത്തിന് വളരെ പ്രത്യേകതയുണ്ട് ഇല്ലേ. ചിലതൊക്കെ കിട്ടും പിടിച്ചു വെച്ച് അതൊന്നും അല്ല. അത് ഈ ജാതികളും അത് തന്നെയല്ലേ പ്രാർത്ഥിക്കുന്നത്. അവരും പ്രാർത്ഥിക്കുന്നുണ്ട് ദൈവമക്കളെ, അവരും ലിസ്റ്റ് എഴുതി വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. ആരാ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നത്? അവരും ദൈവമേ എന്നൊക്കെ വിളിച്ചാൽ പ്രാർത്ഥിക്കുന്നത്. അതൊന്നുമല്ല, സ്നേഹത്തിൽ വ്യാപരിക്കുന്ന ഒരു വിശ്വാസം. നേരത്തെ വാക്യത്തിൽ വായിച്ച ആ വിശ്വാസം എന്തുവാ? നമ്മൾ നീതിയുടെ പ്രത്യാശയ്ക്കായിട്ട്. ഞാൻ പറഞ്ഞല്ലോ, രക്ഷിക്കപ്പെട്ട ദിവസം തൊട്ട് നമ്മളും കർത്താവുമായിട്ടൊരു ബന്ധമുണ്ട്, നമുക്കൊരു പ്രത്യാശയുണ്ട്. രക്ഷിക്കപ്പെട്ട ദിവസം തൊട്ട് എന്തുവാ പ്രത്യാശ? ഈ കർത്താവിനെ എബ്രഹാം എന്തിനാണ് ആ ശബ്ദം കേട്ട് പിൻപറ്റിയത്? മെസപ്പൊട്ടേമിയയിൽ നിന്ന് ഇറങ്ങിയത്. ഈ ശബ്ദം പിന്തുടർന്നാൽ എനിക്ക് വാഗ്ദത്തദേശത്തിലെത്താൻ പറ്റും. ദൈവം എനിക്ക് വേണ്ടി വെച്ചിരിക്കുന്ന രക്ഷിക്കപ്പെട്ട ദിവസം നമ്മളൊരു യേശുവിനെ പറ്റിയാണ് കേട്ടതില്ലേ. യേശുവിനെ പറ്റി അറിയുന്നവരും അറിയാത്തവരും യേശു കർത്താവിന് നമ്മുടെ ജീവിതം നൽകി. യേശുവിന് വേണ്ടി ജീവിച്ചു കൊള്ളാം നമ്മൾ തീരുമാനമെടുത്തു. യേശു തരുന്നത് എനിക്ക് മതി എന്ന് നമ്മൾ തീരുമാനമെടുത്തു. ഇതൊക്കെ മറന്നുപോയോ? തീരുമാനങ്ങളൊക്കെ മറന്നുപോയോ? ഒന്നുകൂടെ ഒന്ന് അയവിറക്കാം. കർത്താവ് എങ്ങനെ നടത്തുന്നോ അതുപോലെ കർത്താവിന് വേണ്ടി നിന്ന് സഹിക്കാൻ ഞാൻ റെഡിയാണ്.
കർത്താവിന് വേണ്ടി ഇവിടെ ഇരിക്കുന്നവരൊക്കെ തീരുമാനമെടുത്തതാ. ആത്മാവ് നമ്മളെ പ്രേരിപ്പിച്ച കാലഘട്ടത്തിൽ. ഇപ്പോഴോ ഒരല്പം നിന്ന് സഹിക്കാൻ പറ്റുന്നുണ്ടോ? കഷ്ടത സഹിക്കാൻ നമുക്ക് നമ്മളെ തന്നെ ശോധന, വേറെ ആളെ നോക്കണ്ട. കഷ്ടത സഹിക്കാൻ പറ്റുന്നു, എടുത്ത തീരുമാനത്തിൽ നിലനിൽക്കാൻ പറ്റുന്നു, വിശുദ്ധിയിൽ ജീവിക്കാൻ പറ്റുന്നു. ഫോക്കസ് എല്ലാം ലോകം 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 ലോകത്തിൻ്റെ വലിയത് ഇങ്ങനെ ആയി പോകുന്നുണ്ടോ? നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യാം. ഇന്ന് കർത്താവിൻ്റെ സന്ധിയിൽ നമ്മൾ വാസോടുകയാണല്ലോ. അപ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്നത് ഇത് വിശ്വാസത്തിൽ, മറ്റേതൊന്നും വിഷയമല്ല. ഏത് ഗ്രൂപ്പാ, ഏത് പ്രവൃത്തി, ഇതൊന്നും വിഷയമല്ല. 6-ാമത്തെ വാക്യത്തിൽ പറയുക ക്രിസ്തുവാണ് ഇവിടെ വിഷയം. ഇവിടെ സ്നേഹത്തിൽ കൂടി പ്രവർത്തിക്കുന്ന വിശ്വാസമാണ്. എന്നിട്ട് സഭയോട് അവർ നോക്കിയ ഒരൊറ്റ ചോദ്യമാണ്. ആ ചോദ്യത്തിൽ അവിടെ എന്ത് സംഭവിച്ചു? ബുദ്ധിയില്ലാത്ത ഗലാത്യരെ എന്ന് വിളിച്ചാണ് 3-ാം അധ്യായം തുടങ്ങിയത്. ആ ബുദ്ധിയില്ലാത്ത നിങ്ങൾക്ക് എന്ത് പറ്റി? ആരാ നിങ്ങളെ ശുദ്രം ചെയ്ത്? ഹൂ വാസ് ഹിപ്നറ്റൈസ്ഡ്, ഹൂ വാസ് ബീബിസ്ഡ് യു? ആരാ നിങ്ങളെ ശുദ്രം ചെയ്ത് മാറിക്കും? നിങ്ങൾക്ക് സുബോധമില്ലേ? വിളിയൊക്കെ എന്നെ പെട്ടെന്ന് മറന്നുപോയത്, തീരുമാനങ്ങളൊക്കെ എന്ത് മറന്നു, ഫോക്കസ് മറന്നുപോയി, ലക്ഷ്യം മാറിപ്പോയി. എന്നിട്ട് 7-ാമത്തെ വാക്യത്തിൽ വായപ്പോൾ അവരെ ഒന്ന് എൻകറേജ് ചെയ്യുക. ക്രിസ്തീയ ജീവിതം ഒരു ഓട്ടത്തോടുകൂടിയാണല്ലോ ഉപമിച്ചിരിക്കുന്നത്. നിങ്ങൾ നന്നായി ഓടിയിരുന്നു, പിന്നെ എന്നാ പറ്റിയ പ്രശ്നം? എന്തുവാ പറ്റിയത് ഇടയ്ക്ക്? ഹൂ ഹിൻഡേർഡ് യു? ഓടാതിരിക്കുവാൻ നിങ്ങളെ കെട്ടിയിട്ടതാരാ? നിങ്ങളെ മറച്ചിട്ടതാരാ? നിങ്ങളെ തെള്ളിയിട്ടതാരാ? ഓട്ടത്തിൻ്റെ ട്രാക്ക് മാറിപ്പോയി. നിങ്ങളെ പതുക്കെ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളെ ട്രാക്ക് മാറ്റിയതാരാ? നിങ്ങളുടെ ഫോക്കസ് ആരാ എന്ന് ഒരൊറ്റ ചോദ്യം. ഇതിന് ഉത്തരവ് ആര് പറയണം? അവരോര് പറയണം, ഗലാത്യ സഭ പറയണം. ഇവിടെ എഴുതിയിരിക്കുന്ന ഒരു ഓട്ടക്കളവുമായിട്ട് ഉപമിച്ചാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. നിങ്ങൾ നന്നായിട്ട് ഓടി, സത്യമാണ്. നല്ല രീതിയിൽ ആത്മാവിലാണ് തുടങ്ങിയത്, നല്ല തീരുമാനത്തോടുകൂടി പല കാര്യങ്ങൾ ജീവിതത്തിൽ വേണ്ട എന്ന് വെച്ച് വിശ്വാസത്തോടുകൂടിയും പ്രത്യാശയോടുകൂടിയും തുടങ്ങിയ ഒരു ഓട്ടമല്ലേ? ആരാ നിങ്ങളെ തെറ്റിച്ച് കളഞ്ഞ? സ്തോത്രം. ആ ഓട്ടക്കളത്തെപ്പറ്റി നമുക്ക് ഒത്തിരി വാക്യങ്ങൾ ആരെയും കൊരിന്ത്യലേഖനത്തിലൊക്കെ എഴുതിയിട്ടുണ്ട്. ബിരുദ് പ്രാപിക്കുവാൻ തക്കവണ്ണം ഓടണം. എബ്രായ ലേഖനത്തിൽ എഴുതിയ 12-ാം അധ്യായം 1-ാമത്തെ വാക്യം, ഹീബ്രു 12:1. സാക്ഷികൾ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നതുകൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. നമ്മുടെ മുമ്പിൽ നോക്കാനുള്ളത് വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തിവരുത്തനുമായ യേശു. രണ്ടാമത് നമുക്ക് നോക്കാനുള്ളത് ദർ ഇസ് എ ക്ലൗഡ് ഓഫ് വിറ്റ്നസ്. ഒരു കളക്റ്റീവ് നൗൺ അല്ലേ? ദർ ഇസ് എ ഗ്രേറ്റ് ഗ്രൂപ്പ് ഓഫ് വിറ്റ്നസ്. സാക്ഷികളുടെ വലിയൊരു സമൂഹമാണ് നിൽക്കുന്നത്. നമ്മളെക്കാൾ പോരാട്ടത്തിൽ കൂടി കടന്നു പോയവർ, നമ്മളെക്കാൾ ശക്തമായ തീവ്രമായ പോരാട്ടത്തിൽ കൂടി കടന്നു പോയവർ, നമ്മളെക്കാൾ വില കൊടുത്തവർ, നമ്മളെക്കാൾ നിന്ന അനുഭവിച്ചവർ. അനേകരുടെ ജീവനാണ് രക്തസാക്ഷിയായിട്ട് അവർ മരിച്ചത് യേശുവിന് വേണ്ടി. നമ്മളെക്കാൾ വില കൊടുത്ത് നിന്ന് അനുഭവിച്ച് പ്രതികൂലങ്ങൾ കൂടി കടന്നുപോയ കുടുംബ പ്രശ്നമായിക്കോട്ടെ, സാമ്പത്തിക വിഷയമായിക്കോട്ടെ, അവരും ഈ ലോകത്തിലൊക്കെയല്ലേ ജീവിച്ച ഒരായുസ് മുഴുവൻ. നമ്മളെക്കാൾ ശാരീരിക വിഷയമായിക്കോട്ടെ, മാനസിക വിഷയമായിക്കോട്ടെ, രാജ്യത്തിൻ്റെ നിയമമായിക്കോട്ടെ, നമ്മളെക്കാൾ കഠിന ശോധനയെ കൂടി കടന്നുപോയി അവസാനം ദേ റാൻ വിത്ത് എൻഡ്യൂറൻസ്, ദേ റാൻ വിത്ത് പേഷ്യൻസ്. ഇവിടെ എന്തോ എഴുതിയിരിക്കുന്നത്? എങ്ങനെ ഓടാനാണ് എഴുതിയിരിക്കുന്നത്? മുറുകെ പറ്റുന്ന പാപവും ഭാരവും ഒക്കെ വിട്ട് സ്ഥിരതയോടുകൂടി. ഇംഗ്ലീഷ് ബൈബിൾ എഴുതിയേക്കുന്ന റൺ വിത്ത് പേഷ്യൻസ് അല്ലെങ്കിൽ വിത്ത് എൻഡ്യൂറൻസ്. എന്തുവാണ് ഈ എൻഡ്യൂറൻസ്? എല്ലാം സഹിക്കുക. സഹിച്ച് ഞാൻ ഓർക്കുന്നു, ഞാനും പപ്പയൊക്കെ ഒന്നും ഉണ്ടായിരുന്നു. ഞങ്ങൾ ജമ്മുവിൽ നിന്ന് ഒരു ടീം വാൻ്റെ അകത്ത് ഞങ്ങളുടെ ടീമല്ല, വേറെ ടീമാണ്. ഞങ്ങൾ അവരെ എൻകറേജ് ചെയ്യാൻ പോയതാണ്. അവരുടെ ടീം വണ്ടിക്കകത്ത് ഓടിച്ച് പഞ്ചാബിലോട്ട് വരുവാൻ. പഞ്ചാബിൽ മീറ്റിംഗ് രാവിലെ തുടങ്ങണം. അതുകൊണ്ട് അതിരാവിലെ രാത്രിയിലും ഏതാണ്ടൊക്കെ തിരിച്ച് ഫുള്ള് ഓടിച്ച് വേറെ സഹോദരൻ ആദ്യം ഓടിച്ച് കഴിഞ്ഞ് പകുതി, പഞ്ചാബൊന്നും ആയില്ല, അതിൻ്റെ പകുതി വഴിയായതേ ഉള്ളൂ, ചില്ലങ്ങ് പോയി. ജമ്മുവും പഞ്ചാബും ഒക്കെയാ തണുപ്പ് സമയമാണ്, നല്ല തണുപ്പിൻ്റെ കാലഘട്ടമാണ്. ചില്ല് മുഴുവൻ അടന്നിങ്ങി പോന്നു. ആ ചില്ല് അതിൻ്റെ സൈഡ് ബോഡി എന്തോ ഇളകി, പഴയൊരു വണ്ടിയാണ്. ആ ചില്ലെടുത്ത് പുറയിലെങ്ങാണ്ട് എടുത്ത് വെച്ചിട്ട് ചില്ലില്ലാതെ ഓടിക്കണം. ഞാൻ ആ പ്രായമുള്ള ദേവദാസിനെ സമ്മതിച്ചു. ആർക്കും ഓടിക്കാൻ പറ്റത്തില്ല. താനൊരു പട്ടാളക്കാരനാണ്, പട്ടാള ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞൊരു ഓഫീസറാണ്. താൻ തൻ്റെ പെട്ടിക്കകത്തുനിന്ന് ഒരു ടവൽ, ഞാൻ ഒരിക്കലും മറക്കത്തില്ല. ഞാൻ ബാക്കിയുള്ള സഹോദരന്മാരൊക്കെ ഉറങ്ങി, ഞാൻ ഫ്രണ്ട് ഇരിപ്പുണ്ടായിരുന്നു. ഞാൻ പുള്ളി കണ്ണാടി മാത്രം വെച്ചിട്ട് മുഴുവനും ചുറ്റി, കാര്യം മരവിച്ച് പോകുന്ന തണുപ്പാണ്. ഈ മുഴുവൻ ഘാട്ട് റോഡാണ് ഓടിക്കേണ്ടത്, ഈ മല കയറി ഇറങ്ങുകയാണ് ചെയ്യേണ്ടത്. അപ്പം ജമ്മു ഒരു ഉയർന്ന സ്ഥലമാണല്ലോ, അത് എല്ലാം മല മുഴുവൻ ഇറങ്ങിയാണ് പഞ്ചാബിൽ വരേണ്ടത്. നെക്സ്റ്റ് സ്റ്റേറ്റാണ്. പക്ഷേ ഇത്രയും തണുപ്പത്ത് ഓടിക്കുമ്പോൾ മരവിച്ചു പോകും. ആ ദൈവദാസൻ ആണ് പ്രസംഗിക്കേണ്ട അവിടെ ചെന്ന്. പുള്ളിയും പ്രസംഗിക്കുന്ന ഒരാളെ പപ്പയുണ്ടെന്ന് പ്രസംഗിക്കുന്നത്. ഞങ്ങളൊക്കെ അന്ന് ടീം മെമ്പേഴ്സാണ്. എങ്കിലും
ഞങ്ങൾക്കെല്ലാം ഒത്തിരി, ബാക്കിയുള്ള ടീം സഹോദരിമാരൊക്കെ വണ്ടിക്കകത്തുണ്ട്, എല്ലാവരും ഉറങ്ങിപ്പോയി. ആ ദൈവദാസൻ അത് കൊണ്ട് എത്തിച്ചു വണ്ടി. എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഞാൻ പോലും ആ ദൈവദാസനെ ഉറങ്ങിപ്പോകാതിരിക്കാൻ ദൈവദാസനെ കൂട്ടിനൊക്കെ ഫ്രണ്ടിൽ പോയിരുന്നു. ഇടയ്ക്കൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കാൻ വേണ്ടിയാണ് എന്നെ ഇരുത്തിയത്. ഞാൻ പോലും ഈ തണുത്ത കാറ്റടിച്ച് എന്ത് ചെയ്ത്, എൻ്റെ ചെറിയ പ്രായമാണ്, തണുത്ത കാറ്റ് നമുക്ക് പറ്റത്തില്ല, ദൈവമക്കളെ പറ്റത്തില്ല. ഫ്രണ്ടിലൊന്നും പോയി ഇരിക്കാൻ പറ്റില്ല. നമ്മുടെ ആ ഒറ്റ ഇരിപ്പ് ഒരു 10-15 മിനിറ്റ് ഇരുന്നാൽ മതി. നമ്മുടെ നെഞ്ച് മുഴുവൻ പഴുത്ത്, ചെസ്റ്റ് എക്സ്റേ എടുത്തു കഴിഞ്ഞാൽ മുഴുവൻ മേഘങ്ങളായിരിക്കും നെഞ്ചത്ത്. അതുപോലെ നെഞ്ച് പഴുക്കുന്ന ആ ദൈവദാസൻ ഞങ്ങളെ ആ വണ്ടിക്കകത്തിരുന്ന ഏറ്റവും കൂടുതൽ പ്രായമുള്ള ആളും, നല്ല പ്രായത്തിൽ. പുള്ളി വേറൊന്നുമല്ല, വിത്ത് എൻഡ്യൂറൻസ് ഒക്കെ അത് മുഴുവൻ സഹിച്ചു. ആ മനുഷ്യൻ സൂപ്പർമാനായിട്ടൊന്നുമല്ല. ഞങ്ങൾക്കൊരു മീറ്റിംഗ് ഉണ്ട്, 10 മണിക്ക് ആ മീറ്റിംഗ് തുടങ്ങണം. ആ മഞ്ഞും തണുപ്പും മുഴുവൻ സഹിച്ച് ആ വണ്ടി കൊണ്ടുവന്ന് അവിടെ എത്തിച്ചു. ആക്സിഡൻ്റ് ഉണ്ടാകേണ്ടതാണ്, അല്ലെങ്കിൽ താഴെ പോകേണ്ടതാണ്. പിന്നെ വണ്ടിയുടെ ചില്ലൊക്കെ പിന്നെ മീറ്റിംഗ് കഴിഞ്ഞ് ഫിറ്റ് ചെയ്യാം. വണ്ടി അവിടെ ഇത്രയും പേര് വണ്ടിക്കകത്തിരിക്കുന്നു, ഒരു മിനി ബസ്സാണ്. അത്രയും പേരെയും കൊണ്ട് പുള്ളി അവിടെ കൊണ്ട് എത്തിച്ചു. ഞാൻ ഒരിക്കലും മറക്കത്തില്ല. സ്തോത്രം. എന്നെക്കൊണ്ട് അത് അന്ന് പറ്റിയില്ല, അല്ലെങ്കിൽ സ്തോത്രം അവരെന്നെ അനുവദിച്ചില്ല. എന്നെക്കൊണ്ട് പറ്റത്തില്ല എന്ന് വിചാരിച്ച് എനിക്ക് വണ്ടി തന്നില്ല. ഞാൻ പറഞ്ഞത് ഈ സഹിച്ച്, നിന്ദകൾ സഹിച്ച്, കഷ്ടത സഹിച്ച്, ഉത്സവത്തിനൊക്കെ നമ്മൾ വേർപാട് പാലിക്കുമ്പോൾ കളിയാക്കുമായിരിക്കും നമ്മളെ. പിന്നെ വലിയൊരു വിശ്വാസികൾ വന്നിരിക്കുന്നു, നിങ്ങൾക്ക് ബാക്കി എത്ര വിശ്വാസികൾ ഇതിനൊക്കെ ചേരുന്നുണ്ട്, നിങ്ങൾക്ക് മാത്രം എന്നാ ഒരു പ്രത്യേകത. എന്തൊക്കെ സാമ്പത്തികമായ വിഷയം, ശാരീരികമായ വിഷയങ്ങൾ, ശാരീരികമായ ക്ഷീണങ്ങളൊക്കെ എന്ത് ചെയ്ത് മാനസികമായി ഉണ്ടാക്കുന്ന വിഷയം സാത്താൻ ഉണ്ടാക്കുന്ന അവിടെയൊക്കെ നമുക്ക് വേണം ഈ ബൈബിൾ അങ്ങോട്ട് അടച്ചു വെച്ചിട്ട് ഇനി മാർഗവുമില്ല, ഈ പണിക്കും ഇനിയില്ല, കൂടുതൽ ആത്മീയമായിട്ട് വളരുമ്പോഴല്ലേ കുഴപ്പമെന്ന് വേണം നമുക്ക് കൃപയിൽ നിന്ന് മാറിപ്പോകാം. പണ്ട് ഇതുപോലെ ഭൗമികം പ്രസംഗിക്കുന്ന കൂട്ടായ്മയിലായിരുന്നപ്പോൾ ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ. ഇപ്പോൾ ഈ വചനം ആഴത്തി പഠിക്കാൻ പോയപ്പോഴല്ലേ കുഴപ്പം. ഈ പണി എനിക്ക് വേണ്ടെന്നൊക്കെ പറഞ്ഞ് വേണേൽ മാറിപ്പോകാം, വിളിയിൽ നിന്ന് മാറിപ്പോകാം, കൃപയിൽ നിന്ന് മാറിപ്പോകാം. പക്ഷേ റൺ വിത്ത് എൻഡ്യൂറൻസ് എന്ന് പറഞ്ഞ എന്തോ അവിടെ എഴുതിയിരിക്കുന്ന നമ്മുടെ മുമ്പിൽ നമുക്ക് നോക്കാനുള്ള, നിങ്ങളുടെ കണ്ണുകൾ തുറക്കുന്നുണ്ടോ അത് കാണാൻ? ഉൾക്കണ്ണുകൾ പ്രകാശിക്കാനാണ് കർത്താവ് പറയുന്നത്, ഇല്ലേ? നമ്മുടെ മുമ്പിൽ യേശു കർത്താവ് ഈ വഴി കൂടി തന്നെയാണ് പോയത്. ഈ നിന്ന മുഴുവൻ സഹിച്ച്, നമ്മളെക്കാൾ ശാരീരിക ക്ഷീണങ്ങളും തനിക്ക് ശരീരത്തിൽ സഹിക്കാൻ വയ്യാത്തതുകൊണ്ടാണ് പറഞ്ഞത്, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന്, അത്രയും ഭാരം താൻ സഹിച്ചു, നിന്ന സഹിച്ചു, വിശപ്പ് സഹിച്ചു. അപ്പനില്ലാതെ ഉണ്ടായ എൻ്റെ മകനെ, ജോസഫിൻ്റെ മകൻ എന്നല്ല, മറിയത്തിൻ്റെ മകനെ. ആ കാലഘട്ടത്തിൽ അത് വലിയ ഇൻസൾട്ടാണ് യഹൂദന്മാരുടെയും അറബ് കൾച്ചറിൻ്റെ ഇടയ്ക്ക്. സ്വോത്രം. അപ്പനില്ലാത്തതുകൊണ്ട് അവനല്ലേ ഹല്ലേലൂയ സ്തോത്രം, ബാസ്റ്റേർഡ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഭാഷ ഉപയോഗിച്ചാണ് മലയാളത്തിൽ നിങ്ങൾക്ക് അറിയാമല്ലോ എൻ്റെ പദം, എൻ്റെ യേശുവിനെ വിളിച്ചത്. അവസാനം നഗ്നനാക്കിയാണ് അവിടെ, ഒന്ന് നോക്കുന്നവൻ വീണ്ടും നോക്കാത്തവൻ. സ്വന്തം മനുഷ്യനല്ലാതെ. അപ്പോൾ ഈ വേദന മുഴുവൻ സഹിച്ചത്, ഈ നിന്ന മുഴുവൻ സഹിച്ചത് കാരണം എന്തുവാ? പിതാവിൻ്റെ ഇഷ്ടം എന്നിൽ നിവർത്തിക്കുവാൻ ഈ ഓട്ടം ഓടി തികച്ചേലേ പറ്റൂ. എബ്രായ ലേഖനം 12-ാം അധ്യായം, എബ്രായ ലേഖനം അല്ല നമ്മുടെ, പക്ഷേ അവിടെ എഴുതിയിട്ടുണ്ട്, ദ റേസ് ദാറ്റ് ഈസ് സെറ്റ് ബിഫോർ അസ്. അല്ല, നിങ്ങൾക്ക് ഓരോരുത്തർക്കും ട്രാക്ക് വേറെയാണ്, വിളി അനുസരിച്ചുള്ള ലക്ഷ്യം ഒന്ന് തന്നെയാണ്. സ്തോത്രം. ഓരോരുത്തരുടെ വിളി അനുസരിച്ചാണ് കർത്താവ് നമ്മളെ. എല്ലാവരും ഒരു വിളിയല്ല, എല്ലാവരും ഒരു രീതിയിലല്ല ഓടിക്കുന്നത്, എന്നെ പ്രത്യേക രീതിയിലായിരിക്കും. സ്തോത്രം. ചിലപ്പം കൂടുതൽ നിന്നയും കൂടുതൽ കഷ്ടതയും കൂടുതൽ പ്രശ്നങ്ങളും സഹിക്കാനായിരിക്കും കർത്താവ്. നിങ്ങളെ ഓരോരുത്തരെയും വിളി അനുസരിച്ച് റൺ ദ റേസ് വിത്ത് എൻഡ്യൂറൻസ്, ദ റേസ്, ദ ട്രാക്ക് ദാറ്റ് ഈസ് സെറ്റ് ബിഫോർ യു. നിങ്ങൾക്ക് വേണ്ടി ദൈവം വെച്ചിരിക്കുന്ന ട്രാക്കിലേ ഓടാൻ പറ്റൂ. പലരും പറയുന്നുണ്ട് അവിടെ ബെന്നിഹിൻ, റൈനാർഡ് ബോങ്, അവരുടെ ട്രാക്കിലല്ല നിങ്ങളെ വിളിച്ചിരിക്കുന്ന ട്രാക്ക്. ഇനി ഏത് വലിയ ദൈവദാസൻ അവരുടെ ട്രാക്കിലല്ല നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. നിങ്ങളെ ആക്കിയിരിക്കുന്ന ദേശത്ത് പ്രവർത്തിക്കുവാനാണ്, നിങ്ങളെ ആക്കിയിരിക്കുന്ന കമ്മ്യൂണിറ്റി, നിങ്ങളെ ആക്കിയിരിക്കുന്ന കുടുംബത്തിൽ ഒരു കോംപ്രമൈസും കൂടാതെ കൃപയോടുകൂടി, പരിജ്ഞാനത്തോടുകൂടി, ദൈവസ്നേഹത്തോടുകൂടി പ്രവർത്തിക്കുവാനാണ് ദൈവം നിങ്ങളെ ആക്കിയത്. അപ്പം എൻ്റെ മുന്നിൽ വെച്ചിരിക്കുന്ന ഓട്ടം ഞാൻ എങ്ങനെ ഓടണം? സ്ഥിരതയോടുകൂടി, അല്ലെങ്കിൽ വിത്ത് പേഷ്യൻസ്, വിത്ത് എൻഡ്യൂറൻസ്. ഇതിൻ്റെ എതിരെ വരുന്ന എല്ലാം സഹിച്ചുകൊണ്ട്, കല്ലുകൾ വരും, പോരാട്ടങ്ങൾ. വണ്ടി മുന്നോട്ട് ഓടുമ്പോൾ ഞാനതാ വണ്ടിയുടെ ഒരു ഉദാഹരണം എടുത്ത, വാഹനം ഈച്ച വരും, കാണുന്നത് എന്തൊക്കെ വണ്ടിയുടെ ചില്ലേ വന്ന് അടിക്കും എന്നറിയാം. റൺ വിത്ത് എൻഡ്യൂറൻസ്, ദ റേസ് ദാറ്റ് ഈസ് സെറ്റ് ബിഫോർ യു. മറന്നു പോകല്ലേ, ഈ നാളുകൾ വരുന്ന എല്ലാ പോരാട്ടങ്ങളും, എല്ലാ പ്രശ്നങ്ങളും, എല്ലാ വില കൊടുക്കേണ്ട അവസ്ഥകളും പെറുപെറുക്കാതെ അവിടെയൊക്കെ വേണേൽ നമുക്ക് ഇളകാം. ഇങ്ങോട്ടൊരു ബോംബ് പൊട്ടിക്കുമ്പോൾ നമുക്ക് വേണേൽ അതിനേക്കാൾ വലിയ സീൻ ഉണ്ടാക്കാം. അത് പോഷത്തോ ദൈവമക്കളെ, ആ ദൈവനാമം ദുഷിപ്പിക്കുന്ന അനുഭവം. അവിടെ എല്ലാം കൃപ. ദൈവം എൻ്റെ ജീവിതത്തിൽ അനുവദിച്ച സിറ്റുവേഷനിൽ കൂടി കടന്നു പോകാൻ ഗ്രേസ്, ലോർഡ് ഗ്രാൻഡ് മീ ഗ്രേസ്, എനിക്ക് കൃപ തരണമേ. സ്തോത്രം. തിയറി മാത്രമല്ല ദൈവമക്കളെ, പ്രാക്ടിക്കലും ഉണ്ട്. ഹല്ലേലൂയ. ഇപ്പോഴും നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു, ഇനിയും കടന്നു പോകേണ്ട വരും. ഒന്നീ സുല്ല് വിട്ടിട്ട് പൊക്കോ മാർഗത്തിൽ നിന്ന്.
ഹാലില്ല. പക്ഷേ ഈ മാർഗത്തിലാണ് പോകുന്നത്, ക്രിസ്തു പോയ പാതയിലാണ് നിങ്ങൾക്ക് പോകേണ്ടത്. ക്രിസ്തു എത്തേണ്ട അടുത്താണ്. എത്തണമെങ്കിൽ മുറുകെ പറ്റുന്ന പാപവും ഭാരവും ഒത്തിരി വിഷയത്തിലിട്ട് നമ്മളെ കുഴച്ച് കളയും. കാലയിലൊക്കെ കയറി അങ്ങ് ചുറ്റുവാന്നേ, കുടഞ്ഞു കളഞ്ഞിട്ട് ഓടണം. ദേശശക്തിയെ കാൽ കീഴാക്കിയിട്ട് ഓടണം. ജയിക്കാൻ പറ്റാത്ത പാപവിഷയത്തെയും സ്വാർത്ഥതയും ലോകസ്നേഹത്തെയും ജഡമോഹത്തെയും ഒക്കെ ജയിച്ചു കൊണ്ടോടണം. അതിനെയൊക്കെ കാൽ കീഴാക്കണം. അതിനാണ് നമുക്ക് ആത്മശക്തി വേണ്ടത്, കൃപ വേണ്ടത്. ഗലാത്യ സഭയോട് പറഞ്ഞു. സ്തോത്രം. ഗലാത്യ സഭയോട് പറഞ്ഞ ഭാഗം ഒന്നുകൂടെ ഓർപ്പിച്ച് 7-ാമത്തെ വാക്യം. നിങ്ങൾ നന്നായി ഓടിയിരുന്നു, സത്യം അനുസരിക്കാതിരിക്കാൻ നിങ്ങളെ ആർ തടുത്തു കളഞ്ഞു. നിങ്ങൾ നന്നായിട്ട് ഓടി, നിശ്ചയം സത്യമാണ്. പക്ഷേ ഈ സത്യം അനുസരിക്കാതിരിക്കാൻ ആരാ നിങ്ങളെ? ഹൂ ഹാസ് ഹിൻഡേർഡ് യു? ചില ദൈവദാസന്മാരെയാണ് ഉപയോഗിച്ചു. ഒരു പുതിയ വിശ്വാസി അവിടെ ചെന്നിട്ട് അങ്ങനല്ല വചനം കേട്ടോ, ക്രൂശൻ്റെ വചനം അങ്ങനല്ല, നിങ്ങളിങ്ങനെ ലോകത്തെ മോഹിച്ചെന്ന് പറഞ്ഞാൽ പോടാപ്പുറത്തെന്ന് പറയും ആൾക്കാർ. എന്ന് വെച്ചാൽ നാടൻ ഭാഷയിൽ മനസ്സിലുണ്ട് അങ്ങനെ പറയത്തുള്ളൂ. പിന്നെ നീ ആരാടാ പറയാൻ? നിങ്ങളെക്കാളൊക്കെ മുമ്പേ ഞങ്ങൾ കൃപയെ വന്നത്, അഭിഷേകം പ്രാപിച്ചു, ഞങ്ങളോട് ദൈവം ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവൊക്കെ പൗലോസ് പറഞ്ഞ പോലെ അതൊക്കെ വളരെ വ്യക്തമായിട്ട് ദൈവം ഞങ്ങളുടെ മുമ്പേ വരച്ച് കാണിച്ചു. ഞങ്ങൾക്ക് അനുഭവങ്ങളുണ്ടെന്നേ. അതുകൊണ്ട് നീ ഞങ്ങളെ പഠിപ്പിക്കാൻ പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു പോകും. പിന്നെ ആരെയാണ് ഉപയോഗിച്ചത്? സാത്താൻ. ചില ഹല്ലേലൂയ എക്സ്പീരിയൻസ് ഉള്ള, പ്രായമുള്ള, കൃപയിൽ നിൽക്കുന്നു എന്ന് വിചാരിച്ച് തോന്നിയ ഭക്തന്മാരും ദൈവദാസന്മാർ, പ്രീച്ചേഴ്സ്, ബൈബിൾ ടീച്ചേഴ്സ്, കള്ളപ്രവാചകന്മാർ, കള്ള ദുരുപദേഷ്ടന്മാർ, ആരെയൊക്കെ സാത്താൻ ആക്കി തീർത്തോ അങ്ങനെ ഒരു ദൈവദാസനെ അല്ലെ പല ദൈവദാസന്മാരെയാണ് ദൈവം ഉപയോഗിച്ചത്. കൊരിന്ത്യ സഭയെ ക്ഷീണിപ്പിക്കുവാൻ, ഗലാത്യ സഭയെ ക്ഷീണിപ്പിക്കുവാൻ. ആ ദൈവദാസനെ പറ്റി താഴെ പറയുന്നുണ്ട്. സോ നമ്മളത് വായിക്കാൻ പോകും. അതുകൊണ്ട് നിൽക്കുന്ന ആരാണ് നിങ്ങളെ തടുത്തത്? ഈ ദൈവദാസന്മാരും ഓർത്തോണം, ആത്മാവിൽ ക്ഷീണിക്കുമ്പോൾ അവർ നമ്മളെ സന്തോഷിപ്പിക്കുന്ന വചനം പറയും. നമ്മളെ സോപ്പിടാനും വലിയ ദൈവം അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും, നിങ്ങളങ്ങ് ആശിച്ചോ ഇച്ഛിച്ചോ വലുത് മോഹിച്ചോ. ഇത് ദൈവമക്കളെ മോട്ടിവേഷണൽ സ്പീക്കിങ്ങാണ്. ഇതൊക്കെ ഒത്തിരി കഴിഞ്ഞ ഞങ്ങളൊക്കെ അല്ലാതെ സെക്യുലർ സ്റ്റഡീസും പഠിപ്പിച്ചുകൊണ്ടിരുന്നവരാണ്. ഇവിടെ പല ടീച്ചേഴ്സ് കാണും. വായിട്ട് അടിക്കാനും ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യാനും വാക്കുകളെ ഇൻഫ്ലുവൻസ് ചെയ്യാനൊക്കെ പഠിപ്പിക്കുന്ന നല്ല ടീച്ചേഴ്സിനും എക്സ്പീരിയൻസ് ടീച്ചേഴ്സിനും എല്ലാം പറ്റുന്ന കാര്യമാണ്. ഇങ്ങനെ ഡിപ്ലോമാറ്റിക് ആയിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ മാറേണ്ട, ശുദ്ധീകരണമൊന്നും പ്രാപിച്ചില്ല, അത് മറ്റുള്ള പല കുഴപ്പങ്ങളാണ്, നിങ്ങൾ ഇങ്ങനെ അങ്ങ് ചെയ്താൽ മതി, ശാപങ്ങളെ ജയിക്കാൻ, നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കാൻ എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് നിങ്ങൾ വലുത് ആഗ്രഹിച്ചോ അതിനേക്കാൾ വലുത് കിട്ടും. ഇതൊന്നും ഈ തിരുവചനത്തിൻ്റെ അകത്തില്ല കേട്ടോ ദൈവമക്കളെ. ഒരു വാക്യം പോലും ഇതിൻ്റെ അകത്തില്ല. പരിശുദ്ധാത്മാവിനെ പറ്റി ചോദിച്ചാൽ ചോദിക്കുന്നതിനേക്കാൾ അധികം തരാം. അതങ്ങോട്ട് ബ്രാക്കറ്റ് ഇട്ടിട്ടാണ് ആൾക്ക് ദൈവദാസന്മാർ പ്രസംഗിക്കുന്നത്. ചോദിക്കുന്നതിനേക്കാൾ അധികം കിട്ടും എന്ന് വെച്ചാൽ ഞാൻ ഒരു മെഴ്സിഡീസ് ചോദിച്ചാൽ കർത്താവ് എനിക്കൊരു മേ ബാക്ക് തരും, അല്ലെങ്കിൽ ഒരു റോൾസ് റോയ്സ് തരും. എങ്ങനെയുണ്ട് ഐഡിയ? എങ്ങനെയുണ്ട്? എനിക്കും ഇഷ്ടപ്പെട്ടു. പക്ഷെ അതിനല്ല നമ്മളെ വിളിച്ചിരിക്കുന്നത്. നമ്മളെ വിളിച്ച വിളി, എൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടുകൂടി. ഞാൻ നിങ്ങളെ വേറെ ആരെയും നോക്കിയിട്ട് അവരെ പോലെ ആകാൻ ശ്രമിച്ചാൽ അവസാനം അവിടും എത്തത്തില്ല ഇവിടും എത്തത്തില്ല, വഴിയിൽ പട്ടുപോകും. ഒത്തിരി ഇസ്രായേൽ മക്കൾ ഈ യോശുവയും കാലേബും കുടുംബവും അല്ലാതെ ബാക്കിയുള്ള യാത്ര തിരിച്ചവർ മുഴുവനും വഴിയാത്രയിൽ എന്ത് ചെയ്തു? പട്ടുപോയി. അവരെ പുതിയ നിയമത്തിൽ എത്ര ലേഖനത്തിലെ ഓർപ്പിക്കുന്നത്, അവരെ പോലും നിങ്ങളുടെ ജീവിതത്തിൽ വരാതിരിപ്പാൻ. അതുകൊണ്ട് ഇവിടെ 7-ാമത്തെ വാക്യത്തിൽ ചോദിക്കുക, ആരാണ്? ഹൂ ഹിൻഡേർഡ് യു? ദൈവമക്കളെ, ദൈവവചനം ശുദ്ധീകരണത്തിനുള്ളതാ. ദൈവവചനം ഹല്ലേലൂയ കറക്ഷൻ ഉള്ളതാ. ആരാ പറഞ്ഞത് ദൈവവചനം നമ്മുടെ മോഹങ്ങളെ സാക്ഷാത്കരിക്കാനും നമ്മളെ സൂചിപ്പിക്കാനുള്ളതാണ്? ആരാ പറഞ്ഞത്? ദൈവവചനം എന്തിനുള്ളതാണ്? ഈ പ്രസംഗിക്കുന്ന പ്രാസംഗ്യർ, പ്രീച്ചേഴ്സ്, ടീച്ചേഴ്സ്, പ്രവാചകന്മാർ, ശുശ്രൂഷകർ, അവർ ഓർത്തോണം, ദൈവവചനം ശുദ്ധീകരണത്തിനുള്ളതാ. അവസാനം ന്യായവിധിയുടെ അവിടെ അന്ന് ലജ്ജിച്ച് പോകാതിരിപ്പാൻ, പൂർണ്ണ പ്രാഗൽഭ്യത്തോടെ അന്ന് തല ഉയർത്തി നിൽക്കാൻ, ശുദ്ധീകരണത്തോട് ജീവിക്കുവാൻ, വിളി അനുസരിച്ച് വിശ്വസ്തർ. അപ്പം ദൈവവചനം സുഖിപ്പിക്കാനുള്ളതല്ല, ദൈവവചനം ആൾക്കൂട്ടാനുള്ളതല്ല, ദൈവവചനം സ്തോത്രം ജനത്തിൻ്റെ മോഹങ്ങൾ അനുസരിച്ച് അവർക്കിടയ്ക്കിടയ്ക്ക് ഇഷ്ടമുള്ള ഒരു ചേഞ്ച് കൊടുക്കാനുള്ളതല്ല. ഈ ഗിമിക്സ് ഒന്നും കളിക്കേണ്ട സ്ഥലമല്ല ദൈവസന്നിധി. പരിശുദ്ധാത്മാവിൽ. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലേലും നിങ്ങൾക്ക് പ്രയോജനമുള്ളത് ഒട്ടും മറച്ചു വെക്കാതെ. എത്ര ലേഖനത്തിലാണ് ഓർപ്പിക്കുക, നിങ്ങൾക്ക് പ്രയോജനമുള്ളത് ഒട്ടും മറച്ചു വെക്കാതെ അത് കൃപയോടുകൂടി പ്രസൻറ്റ് ചെയ്യുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ദൈവവചനം കറക്ഷനുള്ളതാ, ക്ലെൻസിങ്ങിനുള്ളതാ, ശുദ്ധീകരണത്തിനുള്ളതാ, രൂപാന്തരത്തിനുള്ളതാ. നമ്മുടെ വഴികൾ മാറ്റി ദൈവത്തിൻ്റെ വഴികളിലേക്ക്, ക്ഷീണങ്ങളും ഒക്കെ കാലും കയ്യും ഒക്കെ തളർന്നു പോകാതെ എന്ത് ചെയ്യണം? നിങ്ങളുടെ പാത എന്ത് ചെയ്യണം? ഒന്ന് പഴയ നിയമത്തിലാണെങ്കിലും പുതിയ നിയമത്തിലാണെങ്കിലും പരിശുദ്ധാത്മാവിനെ പറയാനുള്ള ഒറ്റ കാര്യം, മേക്ക് യുവർ പാത്ത് സ്ട്രെയിറ്റ്.
നിങ്ങളുടെ പാത. അതിനു വേണ്ടിയാണ് ദൈവവചനം. അതുകൊണ്ടാണ് ആരോ ഇവിടെ വന്ന് ഗലാത്യ സഭയിൽ വന്നിട്ട് വളരെ വ്യക്തമായിട്ട് ഞാൻ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെയും ക്രൂശിൻ്റെ വചനവും നിങ്ങൾക്ക് ഐ ഹാവ് ടോട്ട് യു സോ വെൽ. ഒരാൾക്ക് പോലും പറയാൻ പറ്റില്ല നിങ്ങൾക്ക് അറിയത്തില്ല. ഹൂ ഹാസ് ഹിൻഡേർഡ് യു ഫ്രം ഫോളോയിങ് ഇറ്റ്? നിങ്ങൾ നന്നായിട്ട് ഓടി തുടങ്ങിയതല്ല. ആരാണ് നിങ്ങളെ സ്തോത്രം ഇതുപോലെ മാറ്റിയത്? ആ വ്യക്തിക്കുള്ള ന്യായവിധിയാണ് അടുത്ത വാക്യത്തിൽ. നിങ്ങളെ തെറ്റിച്ച് കളഞ്ഞത് ഒരിക്കലും ക്രിസ്തുവല്ല. ബൈബിളിൽ നിന്ന് ആ ദേവദാസൻ പ്രസംഗിച്ചത്. പക്ഷേ നിങ്ങളെ തെറ്റിച്ച് കളഞ്ഞത് ഒരിക്കലും പരിശുദ്ധാത്മാവല്ല. ആ വ്യക്തിയിലുള്ള പരിശുദ്ധാത്മാവിനെ പോലെ തോന്നിക്കുന്ന ഒരു വെളിച്ചദൂതൻ്റെ ആത്മാവ്, എതിർ ക്രിസ്തുവിൻ്റെ ആത്മാവ്. ദ മെസ്സേജ് ഓഫ് ദ ക്രോസ്, അതാണ് ക്രിസ്തുവിൻ്റെ വഴി. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായി സ്വർഗത്തിലെ പ്രത്യാശ. എങ്ങനെയെങ്കിൽ കർത്താവേ, പരിശുദ്ധനായ ദൈവത്തോടുകൂടി ഞാനും ജീവിക്കണമെങ്കിൽ, വസിക്കണമെങ്കിൽ, കാഹളം ഊതുമ്പോൾ എടുക്കപ്പെടണമെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഒത്തിരി മാറ്റം വന്നാലേ പറ്റൂ. അപ്പോൾ അതിനുവേണ്ടി നമ്മളോട് ശക്തമായിട്ട് ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ആ ദൈവവചനം, അപ്പോൾ ആ സ്വർഗീയ പ്രത്യാശയാണ് എന്നിൽ വളർന്നു വരേണ്ടത്. രക്ഷിക്കപ്പെട്ട ദിവസം തൊട്ട് മെല്ലെ വിധേന ഐ നീഡ് ടു പേ ദ പ്രൈസ്. നിന്ന് അനുഭവിച്ചാലും കുഴപ്പമില്ല, വേർപാട് പാലിച്ചാലേ പറ്റൂ, എനിക്ക് സ്വർഗത്തിൽ പോകണം. ആ പ്രത്യാശ മാറിയിട്ട് സ്വർഗത്തിലെ പ്രത്യാശ മാറ്റി എനിക്ക് ലോകത്തിൽ വലിയവനായിത്തീരണം. എനിക്ക് ലോകത്തിൽ എനിക്ക് എല്ലാവരും എന്നെ മാനിക്കണം. ഇപ്പോഴുള്ള എൻ്റെ അവസ്ഥ, ഓരോ പ്രവാചകന്മാരുടെ ഒക്കെ ഒരു വാക്കുണ്ട്, നിൻ്റെ അവസ്ഥ മാറ്റിക്കളയും. ഇതൊക്കെ ഒത്തിരി, ഇതെല്ലാം കഴിഞ്ഞിട്ട് വന്നതാണ്. ഇതൊക്കെ കുറേ നമ്മളും കേട്ടതാണ്. അല്ലെങ്കിൽ ഇതിനകത്തുള്ള എല്ലാ കളികളും കഴിഞ്ഞിട്ട് വന്നതാണ്. സ്തോത്രം. ആ ഡയലോഗ്സൊക്കെ എന്തൊക്കെ ആൾക്കാരെ ഇളക്കാൻ. അപ്പോഴത്തേക്ക് ആൾക്കാരെല്ലാം കൂടെ നമ്മുടെ അവസ്ഥ മാറ്റിയത്. അവസ്ഥ മാറ്റിയത് എന്നാണെന്നറിയാം? രക്ഷിക്കപ്പെട്ട ദിവസമാണ്. നാണം കെട്ട് കിടന്ന് നാറിക്കിടന്ന് വളരെ മോശമായ അവസ്ഥയിൽ നിന്ന് നമ്മളെ മാറ്റി, നമ്മുടെ അവസ്ഥ മാറ്റിയത് രക്ഷിക്കപ്പെട്ട ദിവസമാണ്. ഇന്ന് നമ്മൾ കൃപയോടുകൂടി നിർത്തിയിരിക്കുന്നത് മറന്നു പോകല്ലേ. ഇനി എന്ത് അവസ്ഥ മാറ്റാനാണ് നിങ്ങൾ ഈ പറയുന്നത്? അംബാനി പോലെ ആയിത്തീരാം. അംബാനിയുമായിട്ടാണോ ഈ മത്സരം, ഈ അവസ്ഥ മാറ്റാൻ? അദാനിയൊക്കെ ലോകം വിളിക്കുന്ന എന്തോ, അംബാനിയൊക്കെ വിളിക്കുന്ന എന്താ? കള്ള കച്ചവടക്കാരനാണ്. ഉള്ള മനുഷ്യനെ മുഴുവൻ കാളിപ്പിച്ച്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഓരോരുത്തർ ആൾക്കാരുടെ ഫീഡ്ബാക്ക് കേട്ടിട്ടുണ്ടോ അവരെ പറ്റി? അദാനിയെ പറ്റിയൊക്കെ അങ്ങോട്ട് ചെല്ല. ട്രിവാൻഡ്രത്തും എയർപോർട്ടും പോർട്ടും എല്ലാം താൻ എടുത്തത് ഏത് മാർഗത്തിൽ കൂടാന്ന് അവർ നാട്ടുകാരോട് ചോദിച്ചു നോക്കാം. എന്തൊക്കെ വിളച്ചലിൻ്റെ ഇടയ്ക്ക് കളിച്ചത്. അപ്പോൾ ഇതൊക്കെ ലോകത്തിൻ്റെ നിയമമാണ്. അവർ കളിച്ചോട്ടെന്നേ. അവർ ഓരോരുത്തരെ തലയിൽ ചവിട്ടി താത്തിട്ടാണ് കയറി വരുന്നത്. അതൊന്നും അല്ല ദൈവത്തിൻ്റെ നിയമം. നമ്മൾ മറന്നു പോകല്ലേ. നമ്മുടെ അവസ്ഥ മാറ്റിയതിനായി സ്തോത്രം. ഇനി മുൻപോട്ടുള്ള ജീവിതം കർത്താവ് നടത്തുന്ന പോലും മതി എന്ന് വെക്കുവാൻ കുറഞ്ഞ വർഷം ഉപവാസത്തോടിരിക്കുമ്പോഴെങ്കിൽ നമുക്കൊരു ബലമേറ്റെടുക്കാം. ദൈവം നമ്മളെ സഹായിക്കട്ടെ. സ്തോത്രം. അതുകൊണ്ട് ഇവിടെ എഴുതിയിരിക്കുക, ആരാണ് ഹൂ മൂവ്ഡ് യു അവേ ഫ്രം ദ ട്രൂത്ത്? സത്യത്തിൽ നിങ്ങളെ ആരാ മാറ്റിക്കളഞ്ഞു? 9-ാമത്തെ വാക്യം. എട്ടാമത്തെ വാക്യത്തിൽ പറയുക, കർത്താവുമല്ല പരിശുദ്ധാത്മാവും അല്ല നിങ്ങളെ ഇങ്ങനെ തെറ്റിച്ച് കളഞ്ഞ. പിന്നെ ഈ ഒരു ഭിന്നാഭിപ്രായം നിങ്ങളുടെ ഇടയ്ക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. അതാരാ? അവിടെ എഴുതിയിരിക്കുക, അസാരം ഇന്നത്തെ മുഴുവൻ. അപ്പം നിങ്ങൾ ഭിന്ന അഭിപ്രായം ഉണ്ടാക്കി. ചിലർ ചുരുക്കം പേര്, എന്നാലും ഞാൻ ആദ്യം കർത്താവിനോട് ഇങ്ങനല്ലേ ഇടപെട്ടത്. അവിടെ ഈ എല്ലാ പ്രസംഗത്തിലും ആമേൻ പറയാതെ എനിക്ക് സ്വർഗത്തിൽ പോകണം, ആ സ്വർഗീയ പ്രത്യാശയിൽ തുടരുവാനും പരിശുദ്ധാത്മാവിൽ ശുദ്ധീകരണത്തിനായ ആലോചനകൾ, അങ്ങനെ കുറച്ച് പേരും സഭയിൽ, ബാക്കി ഒരു ഭൂരിഭാഗവും സഭയിൽ എങ്ങനെ എൻ്റെ അവസ്ഥ മാറണം, എനിക്ക് അടിക്കടി ഉയർച്ച വരണം, ദേശത്ത് എന്നെ മാനിക്കണം, അതിനെല്ലാം ആമേനും ഹല്ലേലൂയയും അങ്ങനെയുള്ള പ്രസംഗരും പ്രാസംഗരെയും വിളിച്ചു വരുത്തി അങ്ങനെയുള്ളവരെ പ്രോഗ്രാമിന് വിളിക്കുക, അങ്ങനെയുള്ളവരെ സഭയെ വിളിക്കുക എന്ന് പറഞ്ഞ് വിളിച്ച് പ്രസംഗിച്ചുകൊണ്ട് ഇവിടെ എഴുതിയേക്ക്. അപ്പോഴത്തേക്ക് എന്തുണ്ടായി? സഭയിൽ ഭിന്നാഭിപ്രായം ഉണ്ടായി. പിന്നെ അങ്ങനെ ആത്മാവിൽ ഐക്യപ്പെടാൻ പറ്റുന്നത്? എനിക്കൊരു അഭിപ്രായം, നിങ്ങൾക്ക് വേറൊരാൾക്കൊരു അഭിപ്രായം, വേറൊരാൾക്കൊരഭിപ്രായം, ഓരോരുത്തർക്കും ഓരോ അഭിപ്രായം. പിന്നെ ഇവിടെ എങ്ങനെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കും? ഭിന്നാഭിപ്രായം. ആരാണ് നിങ്ങളുടെ ഇടയ്ക്ക് ഭിന്നാഭിപ്രായം? നിങ്ങളെ വന്ന് കലക്കിക്കളഞ്ഞു. ആ നല്ല കറക്റ്റായിട്ടുള്ള മാർഗത്തിൽ അപ്പോസ്തലൻ അവരെ പഠിപ്പിച്ച് വിശ്വാസത്തിൽ കൊണ്ടുവന്ന് മുന്നോട്ട് ഓടുന്നത്. കൺഫ്യൂഷൻ ഇട്ടത് ആരാ? ഇപ്പോഴും ദൈവം നമുക്ക് കൺഫ്യൂഷനാണ്. അപ്പോഴും പാസ്റ്ററെ നമ്മുടെ ആവശ്യങ്ങൾ പറയണ്ടേ കർത്താവിനോട്? പണ്ടൊരാളുടെ എന്നോട് ചോദിച്ചത്. ഇടയ്ക്കിടയ്ക്കൊന്ന് ഓർപ്പിക്കണ്ടേ? കർത്താവ് മറന്നു പോകുമോ? എനിക്കറിയത്തില്ല. ഞാൻ പറഞ്ഞില്ലേ പിന്നെ ആര് പറയും എൻ്റെ ആവശ്യം? പറയാതെ കർത്താവിന് അറിയത്തില്ല. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് എന്ത് വേണമെന്ന് നിങ്ങൾക്ക് അറിയത്തില്ല. അപ്പനും അമ്മയ്ക്കും സുബോധം തീരെ അതിനെപ്പറ്റി ഒന്നും ഒരു പരിജ്ഞാനം ഇല്ലാത്ത അപ്പനും അമ്മയ്ക്കും ചിലപ്പോൾ അറിയത്തില്ല. അത്യാവശ്യം സുബോധമുള്ള അപ്പനും അമ്മയ്ക്കും അറിയത്തില്ലേ കുഞ്ഞുങ്ങൾക്ക് എന്ത് വേണം? അവർ പറഞ്ഞിട്ടാണോ? നിങ്ങൾ മനസ്സിലാക്കണം, കർത്താവ് നടത്തുന്ന പോലും മതിയെന്ന് വെക്കുവാൻ വചനമെല്ലാം നമ്മളെ ഓർപ്പിക്കും. ആരാണ് നിങ്ങളുടെ ഇടയ്ക്ക് ഭിന്ന അഭിപ്രായം ഉണ്ടാക്കിയത്? 10-ാമത്തെ വാക്യം വായിച്ചേ. ഞാൻ ഉറച്ചിരിക്കുന്നു.
നിങ്ങൾ എവിടെയൊക്കെ നിങ്ങൾ ഭിന്നാഭിപ്രായം അല്ലെങ്കിൽ ഭൗമിക മതത്തോട്ട് കയറ്റി അതിന് സപ്പോർട്ടായിട്ട് പഴയ നിയമത്തിന് ഉള്ളു ദൈവമക്കളെ. അപ്പോസ്തലന്മാരുടെ ഒരൊറ്റ യോഹന്നാൻ്റെ, യൂദായുടെ, യാക്കോബിൻ്റെ, പത്രോസിൻ്റെ, പൗലോസിൻ്റെ ഒരൊറ്റ ലേഖനത്തിൽ നിന്ന്, ലൂക്കോസിൻ്റെ ഒരൊറ്റ ലേഖനത്തിൽ നിന്ന് അപ്പോസ്തല പ്രവർത്തിക്കുന്നോ നിങ്ങൾക്ക് സ്തോത്രം സുവിശേഷങ്ങളിൽ നിന്നോ നിങ്ങൾക്ക് ഭൗമികത്തിന് ഫോക്കസ് കൊടുക്കാൻ ഇവിടെ അഭിവൃദ്ധി ഉണ്ടാകും എന്ന് പറയുവാൻ ഒരൊറ്റ വാക്യം കിട്ടത്തില്ല. പിന്നെ നിങ്ങൾ മുറിച്ചെടുക്കണം. ചോദിപ്പീൻ, അന്വേഷിക്കും, കിട്ടുവീൻ. പരിശുദ്ധാത്മാവിനെ പറ്റി പറഞ്ഞതാ. അത് പിന്നെ ബ്രാക്കറ്റ് ഇട്ട് വേണേൽ എടുത്ത് നിങ്ങൾ ലിസ്റ്റ് എഴുതി വെച്ച് ചോദിക്കാം. ധനമഹാത്മ്യം അക്കോർഡിംഗ് ടു ദ റിച്ചസ് ഓഫ് ഹിസ് ഗ്ലോറി. കർത്താവ് നിങ്ങളെ ആത്മാവിനാൽ നിറയ്ക്കും എന്ന് എഴുതിയ ഭാഗം ആത്മാവ് അങ്ങ് മാറ്റി റിച്ചസ് മാത്രമാക്കി. ധനമഹാത്മ്യം അങ്ങനെയൊക്കെ വേണേ ആർക്കെങ്കിലും നിങ്ങളെ വഞ്ചിക്കാൻ പറ്റുമെന്നേ ഉള്ളൂ. വഞ്ചിക്കപ്പെടാൻ എളുപ്പമല്ലേ. ആത്മാവിൽ ക്ഷീണിച്ചിരിക്കുന്നവരെ വഞ്ചിക്കപ്പെടാൻ എല്ലാത്തിനും പോയി ആമേൻ പറയാൻ, എല്ലാ പ്രസംഗവും കേൾക്കാൻ പോകാൻ പറ്റുമോ ദൈവമക്കളെ? എല്ലാ പ്രസംഗവും കേൾക്കാൻ പോകാൻ പറ്റുമോ? പോയാൽ വീട് പോയി. കാരണം സ്തോത്രം പരിശുദ്ധാത്മാവ് പോകണ്ടെന്ന് പറഞ്ഞിട്ട് വീണ്ടും കേൾക്കാൻ പോയാൽ എന്ത് ചെയ്യും? നിങ്ങൾ വീണ് പോകും. അപ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്നത് ഒരു ദൈവദാസനോ അല്ലെ ഇതുപോലുള്ള ചില പ്രീച്ചേഴ്സാണ് നിങ്ങളുടെ മധ്യത്തിൽ വന്ന് നിങ്ങൾക്ക് ഭിന്ന അഭിപ്രായം, പരിശുദ്ധാത്മാവ് നിങ്ങളെ നടത്തുന്നതിൽ നിങ്ങളെ കൺഫ്യൂഷനാക്കി കളയും. എത്ര ദൈവമക്കൾക്ക് ഇപ്പോഴും കൺഫ്യൂഷൻ. അപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിച്ചില്ലെങ്കിൽ ഞങ്ങൾക്ക് ആ രോഗം വരുമ്പോൾ കർത്താവിൽ മാത്രം ആശ്രയിച്ച് കഴിഞ്ഞാൽ മരിച്ചു പോകുമോ? നിങ്ങൾ പറ. ഇന്ന് പറഞ്ഞിട്ട് കർത്താവിൻ്റെ മേശയിൽ നിന്നൊക്കെ എടുക്കാം. കർത്താവിൽ മാത്രം ആശ്രയിച്ചാൽ മരിച്ചു പോവോ? വളരെ സീരിയസ് ആണെന്ന് വിചാരിച്ചോ, ക്യാൻസർ ആണെന്ന് വിചാരിച്ചോ, അല്ലെങ്കിൽ ഒരു സിൻഡ്രോമാണെന്ന് വിചാരിച്ചോ, ഒരു റെയർ സിൻഡ്രോമാണെന്ന് വിചാരിച്ചോ, കർത്താവിൽ മാത്രം ആശ്രയിച്ചാൽ മരിച്ചു പോകുമോ? ആരുടെ കയ്യിലാണ് കീ? പിശാചിൻ്റെ കയ്യിലാണോ കീ? നിങ്ങളുടെ കയ്യിലാണോ കീ? ജീവൻ്റെ മരണത്തിൻ്റെ താക്കോൽ ആരുടെ കയ്യിലാണ്? പിന്നെ എവിടെ പോകാനാ ദൈവമക്കളെ? അത്രയൊന്ന് വിശ്വസിച്ച് എൻ്റെ കർത്താവിൻ്റെ കയ്യിലല്ലേ. നിങ്ങൾ ശരിക്കും രക്ഷിക്കപ്പെട്ടാണെങ്കിൽ, ജീവൻ്റെ പുസ്തകത്തിൽ പേരുണ്ടെങ്കിൽ, കർത്താവിൻ്റെ സന്ധിയിൽ ജീവൻ കൊടുത്താണ്, എൻ്റെ ജീവൻ്റെ താക്കോൽ ആരുടെ കയ്യിലാണ്? നമ്മളെ ഇടയ്ക്ക് പേടിപ്പിച്ച് കളയും. ആത്മീയ ക്ഷീണത്തിൽ നമ്മളെ ഇടയ്ക്ക് ഞാൻ ആണെപ്പോലും നിങ്ങളാണെപ്പോലും മാനസികമായിട്ട് ആ കാര്യം ഒന്ന് അനലൈസ് ചെയ്താൽ നമ്മൾ ആ പാട് പേരണ്ട് പോകും. അയ്യോ എന്ത് പറ്റും, വാട്ട് വിൽ ഹാപ്പൻ ടു മോർ. അതുകൊണ്ട് മറന്നു പോകല്ലേ, ആരാധനയിൽ ഇന്നും വിടുതലുണ്ട്, വചനം ധ്യാനിക്കുന്നതിൽ ഇന്നും സൗഖ്യമുണ്ട്. നിങ്ങൾ മറന്നു പോകല്ലേ, ഞാൻ എൻ്റെ വചനം അയച്ച് നിങ്ങളെ സൗഖ്യപ്പെടുത്തും എന്ന് പറഞ്ഞ മനുഷ്യനല്ല. ഓ പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. സൗഖ്യം തരുവാൻ കഴിവുള്ള ഏക കർത്താവാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ എൻ്റെ ഐ വിൽ സെൻഡ് മൈ വേർഡ് ആൻഡ് ഹീൽ യു എന്നെൻ്റെ കർത്താവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നും എൻ്റെ കർത്താവിനെ ചെയ്യുവാൻ കഴിയും. ഇതിൽ നിന്നൊക്കെ ഞാൻ പറഞ്ഞ കൺഫ്യൂഷനിൽ ജീവിക്കുന്ന ദൈവമക്കൾ കണ്ട എല്ലാ കച്ചറ പ്രസംഗങ്ങൾ അങ്ങനെ പറയാൻ പാടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഇവിടെ പൗലോസ് പറഞ്ഞത് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി അങ്ങനെ പറയണം. ചിലർ പറയും അയ്യോ അയാളും ദൈവദാസനല്ലേ, അതിനെപ്പറ്റി അങ്ങനെ പറയാൻ പാടുണ്ടോ? ഇവിടെ പൗലോസ് പറഞ്ഞ എന്തോന്ന് വായിച്ച് അവന് വേണ്ടിയുള്ള ന്യായവിധി എന്തുവാ? 10ാമത്തെ വാക്യം. നിങ്ങളെ കലക്കുന്നവൻ whoever he is എന്നാണ് ഇംഗ്ലീഷ് എഴുതിയേക്കുന്നത്. But he who troubles you will bear the judgment, whoever he is. അവൻ ആരാണേലും അവൻ തീർച്ചയായിട്ടും നരകശിക്ഷ അനുഭവിക്കും. ജഡ്ജ്മെൻ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്തുവാ? അല്ല ഇതിൻ്റെ ഉള്ളിൽ മാനസാന്തരപ്പെട്ടോണം, കാഹളം ഊതുന്നതിന് മുമ്പേ അല്ലെ അവൻ മരിച്ചു പോകുന്നതിന് മുമ്പേ മാനസാന്തരപ്പെട്ട് കർത്താവ് ഇനി ഞാൻ മനുഷ്യനെ സന്തോഷിപ്പിക്കുന്ന പറയത്തില്ല. ജനത്തിന് കൂടിയാലും കൂടിയില്ല, എനിക്ക് പ്രോഗ്രാം കിട്ടിയാലും ഇല്ലെങ്കിലും, എനിക്ക് കൈമടക്ക് കിട്ടിയാലും ഇല്ലെങ്കിലും, എന്നെ ഇനി വിളിച്ചാലും ഇല്ലെങ്കിലും, എനിക്കിനി ജീവിക്കാനുള്ളത് ഇല്ലെങ്കിലും, എനിക്കിനി പ്രൈസ് കഴിക്കാൻ ആഹാരം ഇരുണ്ടെങ്കിലും ഇല്ലേലും ദൈവം പറയുന്ന അതുപോലെ ആഹാരം കഴിക്കുന്നതും ബാക്കിയുള്ള കാര്യമൊക്കെ പ്രൊവൈഡറിൻ്റെ കാര്യമാണ്. അത് ദൈവത്തിൻ്റെ കാര്യമാണ്. നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൈവദാസന്മാരെ ഏൽപ്പിച്ചിരിക്കുന്ന എന്തുവാ? ദൈവം പറയുന്നത് അതുപോലെ അങ്ങോട്ട് പറയുക. സ്തോത്രം. അല്ലേ? എന്നിട്ട് 12ാമത്തെ അടുത്ത ആഴ്ച നമുക്ക് ബാക്കി ചിന്തിക്കാം. 12ാമത്തെ വാക്യം കൂടെ ഒന്ന് വായിച്ചേ. നിങ്ങളെ ഈ കലക്കുന്നവർ, whoever creates confusion, ആ കൺഫ്യൂഷൻ നിമിത്തം നിങ്ങൾ തമ്മിൽ ഭിന്നാഭിപ്രായ നിമിത്തം ഇവിടെ ഞാനിപ്പോൾ ഒരു രീതിയിൽ ചിന്തിക്കുമോ, നിങ്ങൾ വേറെ രീതിയിൽ ചിന്തിക്കുക, തീർച്ചയായിട്ടും നമ്മുടെ മധ്യത്തിൽ ഒരു കലക്കം ഉണ്ടാകും. രണ്ട് വിശ്വാസികൾ തമ്മിൽ രണ്ട് രീതിയിൽ, രണ്ട് കാഴ്ചപ്പാടിൽ ചിന്തിക്കുക. അവർ തമ്മിൽ തർക്കിക്കാൻ തുടങ്ങും ആ വിഷയത്തിൽ. ഞാൻ ആരെ പറഞ്ഞു അങ്ങനെ പറ്റത്തില്ല, അപ്പോൾ നമ്മൾ ബുദ്ധി ഉപയോഗിച്ചാലേ പറ്റും, എല്ലാത്തിലും അങ്ങോട്ട് ദൈവത്തിൽ ആശ്രയിച്ച് കലക്കമായില്ലേ. അതിന് കലക്കം പിന്നെ കലഹമാവും. സോ അതുകൊണ്ട് നിങ്ങളെ കലക്കി കളയുന്നവനും നിങ്ങളെ കലഹിക്കുന്നവനും ഒക്കെ ആരാണേലും കട്ട് ദ റിലേഷൻഷിപ്പ് വിത്ത്. ഞാൻ പൗലോസ് പറയുമ്പോൾ ഞാൻ ഇച്ഛിക്കുന്നു, കർത്താവിൽ ഞാൻ ആഗ്രഹിക്കുന്നു, അവരുമായിട്ടുള്ള ബന്ധം നിങ്ങൾ എന്ത് ചെയ്യുക അങ്ങ്. അപ്പോൾ ആ വ്യക്തി ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുക. ഈ ലേഖനം എഴുതുന്ന സമയത്തും ആ വ്യക്തി
ആരാണേലും ഹൂവർ ഹീസ് എന്നാണ് പൗലോസ് പറയുന്നത്. ഗലാത്യ സഭയെ ക്ഷീണിപ്പിച്ചുകൊണ്ടിരിക്കുക. എന്ത് പറഞ്ഞാൽ ക്ഷീണിപ്പിക്കുന്നത്? ക്രൂശിക്കപ്പെട്ട വചനം, ക്രൂശിൻ്റെ വചനം, സ്വശുദ്ധീകരണത്തിൻ്റെ വചനം, അത് വിട്ട് സ്വർഗത്തിലെ പ്രത്യാശ മാറ്റി ലോകത്തിൽ വലിയവരാക്കും. ഇപ്പോൾ ഈ ലോകത്തിൽ വലിയവരാക്കും എന്നുള്ള പ്രസംഗം അതൊരു വഞ്ചനയാണ്. അങ്ങനെ പ്രസംഗിക്കുന്നവർ വിൽ ഹാവ് ടു ബെയർ ജഡ്ജ്മെൻറ്റ്. ദൈവവചനം എത്ര വ്യക്തമായിട്ട് പറയുമ്പോൾ. ഇനി ഞാനാണെങ്കിൽ പോലും നാളെ കൃപയിൽ നിന്ന് മാറിപ്പോയി ആൾക്കാർ കൂടാൻ വേണ്ടി അങ്ങനെ പ്രസംഗിക്കുവാൻ ആയുസിൽ ഇടവരലേ എന്ന് നിങ്ങളും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാനും എന്നും പ്രാർത്ഥിക്കും. നമ്മളെല്ലാവരും കൃപയിൽ നിൽക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ഗലാത്യ സഭ ആത്മാവിലാണ് തുടങ്ങിയത്. ബൈബിള് പറയുന്നു ജഡത്തിലാണ് അവസാനിച്ചത്. ആ ബുദ്ധിയില്ലാത്ത ഗലാത്യരെ എന്ന് ചോദിച്ചുകൊണ്ടല്ലേ തുടങ്ങുന്നത്. ആരാ നിങ്ങൾ ശുദ്രം ചെയ്ത പോലും അയക്കും. ഇപ്പോൾ അവരെ ആകെപ്പാട് അവർ പഴയതെല്ലാം മറന്നുപോയി. ദൈവം അവരോട് ഇടപെട്ടതും പഴയ നടത്തി വിട്ടതും ദൈവസന്ധി എടുത്ത തീരുമാനം ഒക്കെ മറന്നു പോയിട്ട് ഇപ്പോൾ റോബോട്ട് സംസാരിക്കുന്ന പോലെ വേറൊരു ഞങ്ങൾക്ക് കിട്ടണം, ലോകത്തിൽ ദേശത്ത് മാനിക്കും, ലോകത്തിൽ കിട്ടും 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 പിടിച്ചു വെച്ച് പ്രാർത്ഥിച്ചോ. ഈ വിളി ശരിക്കും നിങ്ങളുടെ മേലുണ്ടല്ലോ. നിങ്ങൾ എത്ര ലിസ്റ്റ് വെച്ച് പ്രാർത്ഥിച്ചാലും ഒന്നും കിട്ടത്തില്ല. അതൊരു സത്യമാണ്. അതുകൊണ്ട് അവസാനം എന്ത് കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറേ കിടന്ന് നെഞ്ചത്ത് അടിച്ച് കിടന്ന് കരഞ്ഞെന്നല്ലാതെ, ഭാരപ്പെട്ടെന്നല്ലാതെ ദൈവം തരാനുള്ളതും ദൈവം അനുവദിച്ചിട്ടുള്ളതും മാത്രമേ. ഇനി ഞാൻ പറഞ്ഞില്ല, ഈ കർത്താവിൻ്റെ മണവാട്ടിയായി തീരാൻ വിളിക്കപ്പെട്ടവരല്ലെങ്കിൽ കാഹളമൂതവർ എടുക്കപ്പെടാത്ത ഒത്തിരി ബന്ധുക്കോസുകാരുണ്ട്, ഒത്തിരി വിശ്വാസികളുണ്ട്. ഒരു മെജോറിറ്റി എന്ന് വേണം നമുക്ക് പറയാം. കാര്യം ബൈബിള് പറയുന്നു എ സ്മോൾ റെമനൻറ്റ്, ഒരു ശേഷിപ്പ് മാത്രമേ എടുക്കപ്പെടത്തുള്ളൂ. പക്ഷേ ശേഷിപ്പ് അല്ലല്ലോ, ഇന്ന് വലിയ മെജോറിറ്റിയാണ് ബിലീവേഴ്സ്. ലോകത്തിൽ മുഴുവൻ ബിലീവേഴ്സ് എന്ന് പറയുന്ന കമ്മ്യൂണിറ്റി ഒരു വലിയ മെജോറിറ്റിയാണ്. എനിക്ക് തോന്നുന്നു ഏകദേശം കാത്തലിക്സിൻ്റെയൊക്കെ അടുത്ത് തന്നെയുണ്ട്. വലിയൊരു മെജോറിറ്റി ആയിട്ടിരിക്കുമ്പോൾ നമുക്ക് സ്തോത്രം ചെറിയ ശേഷിപ്പ് മാത്രമേ എടുക്കപ്പെടത്തുള്ളൂ. അതുകൊണ്ട് ആരാണ് നിങ്ങളെ ആ കൃപയുടെ വചനത്തിൽ നിന്ന് മാറ്റി നിങ്ങളെ ന്യായപ്രമാണത്തിലേക്ക് കൊണ്ടുപോയി ലോകത്തിൽ കിട്ടും നിങ്ങളുടെ പ്രത്യാശ മാറ്റിക്കളഞ്ഞ് ആരാണെങ്കിലും ഹീ വിൽ ഹാവ് ടു ബെയർ ജഡ്ജ്മെൻറ്റ്. വളരെ നമ്മൾ സ്തോത്രം ദൈവഭയത്തോടെ ഓർക്കേണ്ട കാര്യമാണ്. മനുഷ്യനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി കള്ളപ്രവചനവും പറഞ്ഞ് ഹല്ലേലൂയ എന്തെങ്കിലുമൊക്കെ ശരിക്കും നടക്കും സഹോദര, നടക്കത്ത്. ദൈവം പറയുന്നത് മാത്രം പറഞ്ഞാൽ മതി. ഈ ദൈവം പറയാൻ പോകാത്തത് ആളിനെ കൂട്ടാൻ വേണ്ടി ഒരു കുടുംബത്തെയും കൂടി കിട്ടാൻ പറയാൻ പോകല്ലേ. ഞാൻ പറഞ്ഞത് വേറൊന്നുമല്ല, ആ ദൈവദാസം കൊണ്ടുപോകുന്നു. അതുകൊണ്ട് കൊണ്ടുപോകാതിരിക്കാൻ മുക്കി ഇങ്ങ് കയറ്റുക. ഇതൊക്കെ എത്രയിടത്ത് നടക്കുന്നുണ്ടെന്നറിയാം ദൈവമക്കളെ. സോ ഇതൊക്കെയാണ് പിന്നീട് ദൈവനാമം ദുഷിപ്പിക്കുന്ന അനുഭവമായിട്ട് വരുന്നത്. കൃപയോടുകൂടി നിൽക്കുവാൻ, മനുഷ്യനെ സന്തോഷിപ്പിക്കുന്ന, ദൈവം തരാത്തത് ആൾ കൂട്ടാൻ വേണ്ടി പറയേണ്ടാതെ. നിങ്ങളുടെ പ്രശ്നം മാറും, ഇനി വന്നാൽ മതി എന്ന് പറയണമെങ്കിൽ കർത്താവ് പറഞ്ഞാൽ മാത്രം പറഞ്ഞാൽ മതി. അല്ലാതെ എല്ലാവരോടും കയറി നിങ്ങളുടെ പ്രശ്നം മാറും. കർത്താവ് പറഞ്ഞില്ലല്ലോ പ്രശ്നം മാറും. കർത്താവ് പറഞ്ഞോ? കർത്താവ് ഒറ്റ കാര്യമേ പറ്റുള്ളൂ. നിങ്ങളുടെ കഷ്ടതയിൽ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും എന്ന് മാത്രമല്ലേ പറഞ്ഞിട്ടുള്ളൂ. ഐ വിൽ ബി ദെയർ ആസ് എ ക്ലോസ് കമ്പാനിയൻ. ഈ സ്നാനം തന്നെ എന്തിനാ? കർത്താവിൻ്റെ മരണത്തോടു കൂടി ചേരുവല്ലേ. കർത്താവിൻ്റെ ക്രൂശ് മരണത്തോട് നിന്ന് അനുഭവിക്കുവാനും കഷ്ടത അനുഭവിക്കുവാനും നമ്മൾ സമർപ്പിക്കുക. പിന്നെ ഈ പ്രശ്നം മാറും എന്ന് പറഞ്ഞ് ആരെയും സ്നാനപ്പെടുത്തേണ്ട. പ്രശ്നം മാറും എന്ന് പറഞ്ഞാൽ പിന്നെ ദൈവസന്ധിയിൽ ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല. ദൈവത്തെ അറിയുവാൻ വേണ്ടി ദൈവം ഓരോരുത്തരുടെ ജീവിതത്തിൽ ഓരോ ദൈവപ്രവൃത്തികൾ നടന്നാണ് ആൾക്കാർ ദൈവത്തെ ഒന്ന് രുചിച്ചറിയുന്നത്. അതിനുവേണ്ടി ദൈവം ചെയ്യുന്നത് ചെയ്യട്ടെ. നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന അവരുടെ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനാണ്. അതിൽ പ്രവർത്തിക്കണോ വേണ്ടായോ, അതിൽ സൗഖ്യം കൊടുക്കണോ വേണ്ടായോ എന്ന് തീരുമാനിക്കുന്ന ഞാനല്ല, നമ്മളല്ല, ദൈവമാ. ഇങ്ങനെ ചില കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്താൽ മതി. ആൾ കൂടിയാലും കൂടിയില്ലേലും കർത്താവ് നമ്മുടെ മധ്യത്തിൽ ഉണ്ടാകണം. കൊരിന്ത്യർക്ക് പറ്റിയ പോലും നമുക്ക് പറ്റാതിരിപ്പാൻ, ഗലാത്യർക്ക് പറ്റുപോലും നമുക്ക് പറ്റാതിരിപ്പാൻ, കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചില്ല, ഏശാവിന് പറ്റിയതുപോലും നമുക്ക് പറ്റാതിരിപ്പാൻ, ഇസ്രയേലിനും യഹൂദയ്ക്ക് പറ്റിയതുപോലും നമുക്ക് പറ്റാതിരിപ്പാൻ. വളരെ ദൈവഭയത്തോട് ഞാൻ പറഞ്ഞല്ലോ, ഈ അന്ത്യനാളുകൾ വളരെ പോരാട്ടം ശക്തമാണ്. കൃപയോട് നിൽക്കുവാൻ ദൈവം സഹായിക്കട്ടെ. റൺ വിത്ത് എൻഡ്യൂറൻസ്. പല കാര്യങ്ങൾ സഹിച്ച് മുൻപോട്ട് പോകേണ്ട ഒരു അവസാനത്തെ റൗണ്ടിലാണ് നമ്മൾ ഓടുന്നത്. വീണ് പോകാതെ, ഇവിടെയാണ് വീഴാൻ കൂടുതൽ ചാൻസസ് ഉള്ളത്. അതുകൊണ്ട് സഹിച്ച് തന്നെ മുൻപോട്ട് പോകാൻ നമ്മുടെ കൂട്ടായ്മയിലുള്ള ഒരു വ്യക്തിയെ പോലും സാത്താൻ ക്ഷീണിപ്പിച്ച് കൊത്തിക്കൊണ്ട് പോകാതിരിക്കാനും നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മളെ അഭിഷേകം ചെയ്യട്ടെ, സഹായിക്കട്ടെ, ബലപ്പെടുത്തട്ടെ.